Hello teachers, good evening. Educational psychology. Education psychology ആദ്യത്തെ യൂണിറ്റ്, the first unit, educational psychology and human growth and development. ഈ യൂണിറ്റിന്റെ 5ാമത്തെ സെഷനാണ് നമുക്കറിയാം കുറച്ചൊരു വലിയ യൂണിറ്റ് ആണ്, കുറച്ചധികം കാര്യങ്ങൾ പഠിക്കാനുള്ള യൂണിറ്റ് ആണ്. സോ ലെറ്റ് മീ വെൽക്കം യു ഓൾ ടു ദ സെഷൻ. ഇന്നത്തെ സെഷനിലേക്ക് എല്ലാവരെയും ഹാർദവമായിട്ട് വെൽക്കം ചെയ്യാം. അതിന് കൂടെ തന്നെ യു ഷുഡ് എൻഷുവർ യുവർ പാർട്ടിസിപ്പേഷൻ ഇൻ ദ ക്ലാസ്. ക്ലാസ്സിനുള്ളിൽ എല്ലാവരും തൻ്റെതായിട്ടുള്ള ഒരു സൈൻ അത് ഇട്ടിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. പ്രസന്റേഷനിലേക്ക് പോവാണ്. സ്ലൈഡ് മാറുന്നത് കാണുന്നുണ്ടോ? ഉണ്ട് സർ. ഓക്കെ. സോ കഴിഞ്ഞ ക്ലാസ്സിൽ ഏതുവരെ എടുത്തേ അല്ലെങ്കിൽ ഏതുവരെയാണ് പറഞ്ഞതെന്നുള്ളത് അവിടെ എത്തുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കണം കേട്ടോ. നാച്ചർ ഓഫ് എഡ്യൂക്കേഷൻ സൈക്കോളജി, സ്കോപ്പ്, അതുപോലെ ജനറൽ സൈക്കോളജി ആൻഡ് എഡ്യൂക്കേഷൻ സൈക്കോളജി, സിഗ്നിഫിക്കൻസ് ഓഫ് എഡ്യൂക്കേഷൻ സൈക്കോളജി, ദെൻ ഗ്രോത്ത്, അത് കഴിഞ്ഞിട്ട് ഡെവലപ്മെന്റ് ആൻഡ് മെച്ചുറേഷൻ. അവിടെ 3 ടേംസ് പഠിച്ചു. ഇത് തമ്മിലുള്ള റിലേഷൻ, ഗ്രോത്ത്, ഡെവലപ്മെന്റ് ആൻഡ് മെച്ചുറേഷൻ തമ്മിലുള്ള റിലേഷൻ. പിന്നീട് അങ്ങോട്ട് ഡയമെൻഷൻസ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ആണ്. അതിൽ ഫിസിക്കൽ ഡെവലപ്മെന്റ്, അതുപോലെ തന്നെ ഇന്റലക്ച്വൽ ആൻഡ് ഓർ മെന്റൽ ഡെവലപ്മെന്റ്, ഇമോഷണൽ ഡെവലപ്മെന്റ്, മോറൽ ഓർ ക്യാരക്ടർ ഡെവലപ്മെന്റ്, സോഷ്യൽ ഡെവലപ്മെന്റ്, ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഇൻ ചിൽഡ്രൻ. അത് കഴിഞ്ഞിട്ട് ഡെവലപ്മെന്റ് ഫേസസ് ആണ് വന്നത്. അതില് ഹെർലോക്കിന്റെ പ്രിനാറ്റൽ സ്റ്റേജ്, പോസ്റ്റ് നാറ്റൽ സ്റ്റേജ്, പിന്നെ ഫിസിക്കൽ ഡെവലപ്മെന്റ് ഫ്രം ഇൻഫാൻസി ടു അഡോളസെൻസ്. ഫിസിക്കൽ ഡെവലപ്മെന്റിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരാം ഇവിടെ കൃത്യമാണോ? ഇനി 1:19 ഇമോഷണൽ ഡെവലപ്മെന്റ് എടുക്കാനുള്ളേ. ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ്, സോഷ്യൽ ഡെവലപ്മെന്റ്. ഐ ഫീലിംഗും വി ഫീലിംഗും ഒക്കെ പറഞ്ഞത് ഓർമ്മയില്ലേ? യെസ്. കഴിഞ്ഞ ദിവസം ഞാൻ ഇത് പഠിപ്പിച്ച് ഇങ്ങനെ പോയി. ഇന്നലെ എന്റെ വൈഫ് എന്നോട് പറഞ്ഞു, എന്റെ മോന് 2 വയസ്സ്, അറിയാലോ. അപ്പൊ കഴിഞ്ഞ ദിവസം ബർത്ത്ഡേ ആയിരുന്നു. ബ്രദറിന്റെ മോന് 2 വയസ്സും 1 മാസവും, അവർ തമ്മിൽ 1 മാസം ഡിഫറൻസാണ്. ഇപ്പൊ അവര് ഇത്ര ദിവസം അവർ ഭയങ്കര ശത്രുക്കൾ ആയിരുന്നു. 10 ദിവസങ്ങൾ മാറി എന്നല്ല പറയാം കേട്ടോ. പക്ഷെ പരസ്പരം കണ്ടാല് ഒരു തല്ല് കൂടും, അല്ലെങ്കിൽ മുടി പിടിച്ച് പറിക്കും, പരസ്പരം ടോയ്സ്, അവന്റെ വണ്ടികളൊന്നും ഷെയർ ചെയ്യൂല. പക്ഷെ ഇപ്പൊ 2 ദിവസമായിട്ട് ആള് ഫുള്ള് 2 പേരും ഒരുമിച്ചാണ് കളിക്കുന്നത്. അത് എന്റെ മോനും ബ്രദറിന്റെ മോനും കൂടി ഒരുമിച്ചാണ് കളിക്കുന്നത്. അപ്പൊ എന്നോട് വൈഫ് പറഞ്ഞു, ചായ കുടിച്ച വൈഫ് പറഞ്ഞു, ഇപ്പൊ സെനു, എന്റെ പേര് സെനു ആണ്, ഇവന്റെ കൂടെ കളിക്കാൻ പോകുന്നുണ്ട്. ഒരു 2 ഭയങ്കര കളിയാണ്. കുറച്ച് കഴിഞ്ഞാൽ ഒരു 2 വിളിക്കും, എന്നിട്ട് വന്ന് കളിക്കും. അങ്ങനെ അവർ പരസ്പരം ഷെയർ ചെയ്ത് കളിക്കുന്നുണ്ട് എന്നൊരു സെന്റൻസ് പറഞ്ഞപ്പോ ഞാൻ വൈഫിനോട് പറഞ്ഞു, അവര് ഇത്രയും നേരം, അതായത് 2 വയസ്സ് വരെ അവരുണ്ടായത് ഐ ഫീലിംഗിലായിരുന്നു, അവിടുന്ന് ഇപ്പൊ അവരൊരു വി ഫീലിംഗിലേക്ക് മാറുന്നതാണ് എന്ന് പറഞ്ഞു. ഞാനിത് പറയാനുള്ള കാരണം എന്താ പറയുക, ഹലോ നമ്മൾ ഈ സൈക്കോളജിയില് പഠിച്ചത് അല്ല, ഈ ഐ ഫീലിംഗും വി ഫീലിംഗും. ഐ ഫീലിംഗും വി ഫീലിംഗും നിങ്ങൾ പറയാത്തോണ്ടാണോ, നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ആണോ, അത് എനിക്ക് ക്ലിയർ ആയില്ല. ഹലോ, നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ? അല്ല സർ, സോഷ്യൽ ഡെവലപ്മെന്റില് ഈ ഇതിൽ നമ്മൾ ഈ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഈ 2 വയസ്സ് വരെ പ്രീ ഗാങ് സ്റ്റേജ്, അങ്ങനെ ഐ ഫീലിംഗ് ആവും, പിന്നെ വി ഫീലിംഗ് ആവും എന്നൊക്കെ. അതുകൊണ്ടല്ലേ, അങ്ങനെയല്ലേ ഉദ്ദേശിച്ചത്? ഓക്കെ, ഞാന് ഇത് പറയണ കാരണം എന്താ വെച്ചാല്, പിന്നെ നമ്മള് തിയറി പഠിക്കുന്നത് പ്രാക്ടിക്കൽ ലൈഫിൽ ഉണ്ട്, അല്ലെങ്കിൽ അത് കാണുമ്പോ നമ്മളത് ഐഡന്റിഫൈ ചെയ്യണം എന്ന് പറയാനാണ്. മനസ്സിലായോ? നമ്മളവിടെ സോഷ്യൽ ഡെവലപ്മെന്റ്, ഫിസിക്കൽ ഡെവലപ്മെന്റ്, അല്ലെങ്കിൽ ഇമോഷണൽ ഡെവലപ്മെന്റ്, ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കിലൊക്കെ ഒരുപാട് ലൈഫ് അപ്ലിക്കേഷൻസ് ഉള്ള കാര്യങ്ങളുണ്ട്. സോ അത് ലൈഫിലേക്ക് കൊണ്ടുപോകണം. ഇതൊരു തിയറിയാക്കി മാത്രം ഒരു ഭാഗത്ത് വെക്കരുത്. റൈറ്റ്, യു ഷുഡ് അപ്ലൈ ദീസ് തിയറീസ്, നോളജസ് ഇൻ യുവർ പ്രാക്ടിക്കൽ ലൈഫ്. അതാണ് എന്റെ മെസ്സേജ്. ഓക്കെ,
ഓക്കെ. സോ സോഷ്യൽ ഡെവലപ്മെന്റ് ലേറ്റർ ചൈൽഡ്ഹുഡിലും അഡോളസൻസിലും പറഞ്ഞോ? ഈ സ്ലൈഡ് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞു. ഓക്കെ. ദെൻ സോഷ്യൽ ഡെവലപ്മെന്റ് ഈ പ്രീ സ്കൂളില് പ്രൈമറി ക്ലാസ് ഈ എലമെന്ററി ഗ്രേഡ് ഈ സ്ലൈഡ് വരെ പറഞ്ഞത് 4 വരെ. ഈ ഇമോഷൻ ഡെവലപ്മെന്റ് ആണ്. ഇമോഷൻ ഡെവലപ്മെന്റ് ഫ്രം ഇൻഫാൻസി ടു അഡോളസൻസ് ആണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ശരിക്കും ഇമോഷൻസ് ഉണ്ടോ? എല്ലാവർക്കും ഇമോഷൻസ് ഉണ്ടോ? ഉണ്ട്. എത്ര ഇമോഷൻസ് ഉണ്ടാവും നമുക്ക്? മറ്റേ ഫസ്റ്റ് സാറ് അല്ല ഫസ്റ്റത്തെ ക്ലാസ്സിലെങ്കിൽ ഓരോ സാറ് പറഞ്ഞല്ലേ പ്രൈമറി ലിസ്റ്റ് ഔട്ട് ചെയ്തു അല്ലേ? ഓക്കെ. ഇവിടെ നമ്മൾ ഇമോഷൻസിനെ പ്രത്യേകിച്ച് ഇതിന്റെ പ്രൈമറി ഇമോഷൻസിനെ കുറിച്ചൊക്കെ പഠിക്കുകയാണ്. ഒരു ന്യൂ ബോൺ ബേബിനെ സംബന്ധിച്ച് സിംഗിൾ ജനറലൈസ്ഡ് ഇമോഷണൽ റെസ്പോൺസ് ഓഫ് എക്സൈറ്റ്മെന്റ് ഓൺലി ആണ്. അഥവാ സിംഗിൾ ഒരു ന്യൂ ബോൺ ബേബി എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു എക്സൈറ്റ്മെന്റ് അവരെ സംബന്ധിച്ച് ഒരുപാട് ഇമോഷൻസ് മാറി മാറി വരിക എന്നൊന്നുമില്ല. ദാറ്റ് മീൻസ് ജസ്റ്റ് എക്സൈറ്റ്മെന്റ്. അത് ജസ്റ്റ് ന്യൂ ബോൺ ബേബിയാണ്. ഇനി അവിടുന്ന് അങ്ങോട്ട് ഒരു 6 മന്ത് വരെ അഥവാ ഒരു ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ദേ ഹാവ് 3 പ്രൈമറി ഇമോഷൻസ്. 3 പ്രധാനപ്പെട്ട ഇമോഷൻസ് ആണ് അവർക്ക് ഉണ്ടാവുക എന്നാണ്. ആംഗ്രി, ഫിയർ ആൻഡ് ജോയ്. അല്ലെ? ഇതില് നമുക്ക് ജലസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഈഗോ ഒന്നും കാണാൻ കഴിയില്ല. ദേഷ്യം വരും, പേടി ഉണ്ടാവും, അവർക്ക് സന്തോഷം ഉണ്ടാവും. ഇങ്ങനെ ഈ ഒരു പ്രധാനപ്പെട്ട 3 പ്രൈമറി ഇമോഷൻസ് ആണ് കുട്ടികളിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. സോ ആംഗ്രി ആ സമയത്ത് ഏതൊക്കെ സമയത്ത് അവർ ആംഗ്രി ആവുക? റെസ്ട്രിക്റ്റിംഗ് ഫ്രീ ബോഡിലി മൂവ്മെന്റ്സ്. അതൊന്നാണ്. ഇത് മാത്രമല്ല, അതൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അല്ലെ? കുട്ടികൾ എപ്പോഴൊക്കെ ദേഷ്യപ്പെടാറുള്ളത്? ഒരു 6 മാസം വരെയുള്ള കുട്ടികൾക്ക് എപ്പോൾ ദേഷ്യം വരിക, അല്ലെങ്കിൽ എന്തൊക്കെ അവര് കരയുക ഒക്കെ ചെയ്യൂലേ? അത് എപ്പോഴൊക്കെയാണ്? അവർക്ക് കിട്ടുന്നത് ഇതാക്കുമ്പോ, തടയുമ്പോ, അല്ലെങ്കിൽ അവരെ നമ്മൾ ലിമിറ്റ് ചെയ്യുമ്പോ, അല്ലെ? അവരെന്ത് ചെയ്യും? അവര് കരയാനുള്ള സാധ്യത, അല്ലെങ്കിൽ ആംഗ്രി കാണിക്കും അവര്. ദെൻ ഫിയർ എന്തിനൊക്കെയാണ് കുട്ടികൾക്ക് പേടിയുള്ളതാണ് കേട്ടോ. ഒന്ന് ലൗഡ് ഹാർഷ് സൗണ്ട് ആണ്. അഥവാ സൗണ്ടിന് അവർക്ക് ഭയങ്കരമായി പേടിയാണ്. പെട്ടെന്ന് ശബ്ദം ഇട്ടാൽ അവരെന്ത് ചെയ്യും? കരയാനുള്ള സാധ്യത ഉണ്ട്. ദെൻ അവർക്ക് സന്തോഷമാണ്. അത് എപ്പോഴാ വെച്ചാല് വെൻ സാറ്റിസ്ഫൈ അപ്പിറ്റേറ്റ് ആൻഡ് ബീങ് ലൗഡ്. അവർക്ക് പാല് കൊടുക്കുമ്പോ അല്ലെങ്കിൽ ഫുഡ് കൊടുക്കുമ്പോ അവർക്ക് അതേപോലെ തന്നെ ഒരുപാട് നമ്മൾ അവരെ കെയർ ചെയ്യുമ്പോൾ അവർക്ക് സ്നേഹം കിട്ടുമ്പോൾ. ഇങ്ങനെ ഒരു പ്രൈമറി ഇമോഷൻസ് ആംഗ്രി, ഫിയർ ആൻഡ് ജോയ് ആണ്. ഇതാണ് അതിന് മനസ്സിലാക്കാനുള്ളത്. ഇതൊക്കെ ചെറിയ കുട്ടികൾ നമ്മൾ ഒരുപാട് കണ്ടതാണ്. അതുകൊണ്ട് അതിൽ വല്ലാതെ ആയാലും നിൽക്കുന്നില്ല. കാരണം നമുക്ക് ഒരു പ്രധാനപ്പെട്ട ഏരിയ വരാനുണ്ട്. ഇത് പ്രധാനപ്പെട്ടതല്ല എന്നല്ല, ഇത് പെട്ടെന്ന് മനസ്സിലാവുന്നതാണ്. ദെൻ ഏർലി ചൈൽഡ്ഹുഡ് ഒക്കെ ആകുമ്പോഴേക്ക് നമ്മുടെ ഇമോഷൻസ് ഒന്നുകൂടി ഡെവലപ്ഡ് ആകും. ഓക്കെ. ആംഗ്രി, ഫിയർ, ജോയ് എന്നുള്ള 3 പ്രൈമറി ഇമോഷനിൽ നിന്ന് നമ്മൾ കുറച്ചും കൂടി ഒരു അഫെക്ഷൻ, ജോയ്, ആങ്കർ, ജലസ്, സിമ്പതി എന്നുള്ള തരത്തിലേക്ക് ആ കുട്ടികളുടെ ഇമോഷൻസ് മാറി വരും. അല്ലെങ്കിൽ അവർ കുറച്ചുകൂടി ഇമോഷണലി അവരെന്ത് ചെയ്യും? ഡെവലപ്ഡ് ആകുന്നതാണ്. ഡിഫറെന്റ് ഇമോഷൻസ് വിൽ ബി ദർ. അപ്പം അഫെക്ഷൻ ഉണ്ടാവും, ഒരുപാട് സ്നേഹം കാണിക്കും, അല്ലെ? ഒരുപാട് സന്തോഷം കാണിക്കും, ദേഷ്യം കാണിക്കും, അസൂയ കാണിക്കും, സിമ്പതി കാണിക്കും, അല്ലെ? ഈ സിമ്പതിക്ക് കുട്ടികളിൽ പെട്ടെന്ന് വർക്ക്ഔട്ട് ആവും. കുട്ടികളിൽ മാത്രമല്ല, നമ്മളിലൊക്കെ എല്ലാവരിലും പെട്ടെന്ന് വർക്ക്ഔട്ട് ആവുന്ന ഒരു സാധനമാണ് സിമ്പതി. ഈ സിമ്പതി വെച്ചിട്ടാണ് ആളുകൾ എന്ത് ചെയ്യാറുള്ളത്? കൂടുതലായിട്ട് കളക്ഷൻസ് നടത്താറുള്ളത്, അതല്ലെങ്കിൽ മതം പ്രചരിപ്പിക്കാറുള്ളത്. ആം ഐ റൈറ്റ്? യെസ്, മുതലെടുക്കാറുള്ളത്. സിമ്പതി വെച്ച് മുതലെടുക്കാറുണ്ട് അല്ലെ? ഈ സിമ്പതിന്റെ കാര്യം പറഞ്ഞപ്പോഴാണേ, നമുക്ക് സിമ്പതി ഉണ്ടല്ലോ എല്ലാ സമയത്തും ഒരേമാതിരി സിമ്പതി വരില്ല. നമ്മളൊരു സ്റ്റോറി കേട്ടിട്ടുണ്ടാവും, ഞാൻ ജസ്റ്റ് സൂചിപ്പിക്കാം. ഒരു യാചകന് ഒരു ബോർഡ് വെച്ച് എനിക്ക് കണ്ണു കാണില്ല, എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞ് ബോർഡ് വെച്ചൊരു സ്റ്റോറി അറിയോ? അങ്ങനെ എന്തോ പറഞ്ഞു. യെസ്, സ്റ്റോറി അങ്ങനെയാണ്. അഥവാ അല്ലെ, ഐ ആം ബ്ലൈൻഡ് പ്ലീസ് ഹെൽപ്പ് മീ, അങ്ങനത്തെ ഒരു ബോർഡാണ് വെച്ചത്. അപ്പൊ ആരും അധികം പൈസ കൊടുക്കില്ല. പക്ഷെ പിന്നെ ഒരാൾ വന്നിട്ട് ആ ബോർഡ് എന്ത് ചെയ്യാണ്? ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഡേ, ഐ കാൺ സീ ഇറ്റ്. ഇത് ഭയങ്കര സുന്ദരമായ ഒരു ദിവസമാണ്, പക്ഷെ എനിക്കത് കാണാൻ കഴിയുന്നില്ലല്ലോ എന്നൊരു ബോർഡ് വെച്ചപ്പോ കുറെ ആളുകൾ അതിലേക്ക് പൈസ കൊടുത്തു എന്നുള്ളതാണ് ആക്ച്വലി. സോ എന്തുണ്ട്? നമ്മുടെ സിമ്പതിന്റെ ഡെഫിനിഷൻസിൽ ചില ഡിഫറൻസുകൾ ഉണ്ട് അല്ലെ? നമ്മൾ സ്ഥിരമായി കാണുന്നതിന് നമുക്ക് ഇഷ്ടമല്ല. സോ അത് വേറൊരു സ്റ്റോറി കൂടി ഉണ്ട്, കേട്ടിരുന്നോ? ഒരു ഞാനൊരു വൃദ്ധയായ സ്ത്രീയാണ്. എനിക്ക് എന്റെ കാഴ്ച ഭയങ്കര പരിമിതമാണ്. എന്റെ 50 രൂപ റോഡിൽ നഷ്ടമായി, അതൊന്ന് കണ്ടു കിട്ടുന്നവർ അറിയിക്കും എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് വെച്ച് ഓർമ്മ. അങ്ങനെ കഥ അറിയോ? ഇല്ല. ആർക്കെങ്കിലും അറിയോ?
ഹലോ, അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയും, അറിയെങ്കിൽ അറിയുമെന്ന് പറയും. അറിയില്ല സർ. ഓക്കെ, ആകെ ഒരാൾക്ക് മാത്രത്തിൽ അറിയത്തുള്ളൂ തോന്നുന്നു, കുറെ ആൾക്ക് അഭിപ്രായം ഇല്ല. സോ ക്ലാസ്സിൽ നിൽക്കുകയാണെങ്കിൽ അഭിപ്രായത്തോടു കൂടി നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും ശരി. ഞാൻ ജസ്റ്റ് ചുരുക്കി പറയാം, കാരണം നമുക്ക് ആസ് എ ടീച്ചർ അല്ലെങ്കിൽ ആസ് ടീച്ചേഴ്സ് വി ഷുഡ് നോ സം മോർ സ്റ്റോറീസ് ആണ്. ഒരു ബോർഡ്, ഒരാൾ നടന്നു പോകട്ടെ, ഒരു സ്ട്രീറ്റിലൂടെ, ഒരു തെരുവിലൂടെ നടന്നു പോകുമ്പോൾ ഒരു പോസ്റ്റിൽ ഒരു ബോർഡ് കാണാണ്. അവിടെ എഴുതിയത്, ഞാനൊരു വൃദ്ധയായ സ്ത്രീയാണ്, എനിക്ക് കാഴ്ച ഭയങ്കര പരിമിതമാണ്, എന്റെ 50 രൂപ ഈ വഴിയിൽ എവിടെയോ നഷ്ടമായി, കണ്ടു കിട്ടുന്നവർ എനിക്ക് അത് കൊണ്ടുതരുമല്ലോ എന്നിട്ട് ആ ഒരു സ്ത്രീയുടെ ഒരു അഡ്രസ് ഉണ്ട്. അങ്ങനെ ഒരാൾ നടന്നു പോകുമ്പോൾ ഈ ബോർഡ് കണ്ടു, ആളെന്ത് ചെയ്തു, ശരിക്കും ആൾക്ക് പൈസ കിട്ടിയിരുന്നില്ല, പക്ഷെ ആൾ വിചാരിച്ചു പാവ സ്ത്രീ ഒന്ന് സഹായിക്കാം. അങ്ങനെ ആളെന്ത് ചെയ്തു, ആ ഒരു അഡ്രസ് തേടി ചെന്ന് നോക്കുമ്പോൾ ഒരു ഭയങ്കര ചെറിയ കുടില് അവിടെ ഒരു വയസ്സായ ഒരു സ്ത്രീ ഇരിക്കുന്നു, കാഴ്ച പരിമിതി ഉണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ 50 രൂപ നഷ്ടപ്പെട്ടില്ലേ, സോ ആ 50 രൂപ എനിക്ക് കിട്ടിയിട്ടുണ്ട്, അപ്പൊ അപ്പോഴാണ് ആ ഒരു ബോർഡ് കണ്ടത്, സോ നിങ്ങളുടെ 50 രൂപ ഇതാ പിടിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ആ വ്യക്തി പൈസ കൊടുത്തു. അപ്പൊ ആ സ്ത്രീ പറയാണ്, നിങ്ങൾ ഇപ്പോ 40ഓ 50ഓ ഒക്കെ ആളുകളായി ഇപ്പൊ വരുന്നു, അപ്പം ഞാൻ അങ്ങനെ ഒരു ബോർഡ് വെച്ചിട്ടില്ല, എന്റെ 50 രൂപ പോയിട്ടില്ല, എന്താണ് സംഭവിച്ചത് എനിക്കറിയില്ല, കുറെ ആളുകൾ വരുന്നു, നിങ്ങളുടെ 50 രൂപ വഴിയിൽ നിന്ന് കളഞ്ഞു കിട്ടിയെന്ന് പറഞ്ഞിട്ട് എനിക്ക് തരുന്നു, അവർ പോകുന്നു. ഈ പോകുന്ന ആളോടൊക്കെ ഞാൻ പറയാറുണ്ട്, ആ ബോർഡ് മാറ്റി പോയിക്കോളൂ, നിങ്ങൾ പോണ വഴിക്ക് നിങ്ങൾ ആ ബോർഡ് ഒന്ന് ഒഴിവാക്കണേ എന്ന് പറയാറുണ്ട്, പക്ഷെ ആരും അത് ഒഴിവാക്കിയിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ ഈ വ്യക്തി തിരിച്ച് ആ ഒരു വൃദ്ധയായ സ്ത്രീന്റെ തിരിച്ചു വന്നപ്പോ മറ്റൊരാൾ ഇങ്ങനെ ഇദ്ദേഹത്തിന്റെ ഓപ്പോസിറ്റ് വരുന്നുണ്ട്. അപ്പൊ അദ്ദേഹം ചോദിച്ചു, ഒരു അഡ്രസ് കാണിച്ചു കൊടുത്തിട്ട് ഈ വീട് ഒന്ന് കാണിച്ചു തരുമോ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം നോക്കുമ്പോ ഇതേ സെയിം വൃദ്ധയായ സ്ത്രീന്റെ അഡ്രസ് തപ്പി മറ്റൊരാൾ കൂടി വരികയാണ്. ഇവിടെ എന്താ കഥ, ഇതിലെന്താ മെസ്സേജ് എന്താ, ശരിക്കും ആരാണ് ആ ബോർഡ് സ്ഥാപിച്ചത്? മേ ബി ഇവരുടെ അവസ്ഥ അറിയുന്ന, അല്ലെങ്കിൽ ചിലപ്പോ ഇവര് ആരോടെങ്കിലും ഭിക്ഷ ചോദിച്ചിട്ടുണ്ടാവുമായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽപ്പ് അവർ ഭിക്ഷ ചോദിച്ചിട്ടുണ്ടായിരിക്കാം. ചോദിക്കുന്ന ആളെയല്ല, പക്ഷെ ഇവരുടെ അല്ലെങ്കിൽ അവസ്ഥ കണ്ട് അവരെ സിമ്പതി സഹായിക്കണം ആയിട്ട് അങ്ങനെ ബോർഡ് വെച്ചതാവാം. സിമ്പതി ഉള്ള ഒരാള് നേരിട്ട് അവരെ സഹായിക്കണം എഴുതി വെക്കുന്നതിന് പകരം പ്രയോഗിച്ച ഒരു ബുദ്ധിയാണ് ഇത്രയും ആളുകൾ വന്ന് അവരെ സഹായിക്കാനുള്ള കാരണം. സോ നമുക്കിടയിൽ എന്തുണ്ട്, സിമ്പതി ഉണ്ട് എന്നാണ് അവിടെ നമ്മള് മനസ്സിലാക്കുന്നത്. കഥ മനസ്സിലായോ? ഓക്കെ, കഥ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, കഥ മാത്രമല്ല എന്ത് നോളജ് കിട്ടുകയാണെങ്കിലും വി ഷുഡ് പാസ് ഇറ്റ്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ തലയിൽ വെക്കാനുള്ളതല്ല, ഒരിക്കലും ഞാൻ നിങ്ങൾക്ക് തരുന്നതല്ല, ഞാൻ നല്ല ആരാണെങ്കിലും വി ഹാവ് ടു പാസ് ഇറ്റ്. ഓക്കെ, അത് നമ്മുടെ സ്റ്റുഡൻസിലേക്ക്, നമ്മുടെ മക്കളിലേക്ക് അത് മാറ്റി കൊടുക്കണം, പാസ് ചെയ്യണം. അപ്പോഴാണ് നമ്മൾ പഠിച്ച നോളജ് നമ്മളിൽ സ്ഥിരമാവുകയുള്ളൂ, അതല്ലെങ്കിൽ അതിൽ കോൺക്രീറ്റ് ആവുകയുള്ളൂ. ഓക്കെ, പിന്നെ ഇമോഷൻ ഡെവലപ്മെന്റ് പ്രീ സ്കൂൾ ചിൽഡ്രനിൽ എങ്ങനെ ഉണ്ടാവുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി നിങ്ങൾ ഓരോരോ സ്റ്റേജിൽ ഇങ്ങനെ വരാണ് കേട്ടോ. ആദ്യം ന്യൂബോൺ ബേബിയിൽ പറഞ്ഞു, അതിനുശേഷം 6 മന്ത് ഒക്കെയുള്ള 6 മാസം വരെയുള്ള കുട്ടികളിൽ പറഞ്ഞു, ദെൻ ഏർലി ചൈൽഡ്ഹുഡ്, ആ കുട്ടികളിൽ അഫക്ഷൻ, ജോയ്, ആങ്കർ, ജലസ്, സിമ്പതി അതൊക്കെ ഉണ്ടായേക്കും അല്ലെങ്കിൽ ഉണ്ടാകും. ദെൻ ഒരു പ്രീ സ്കൂൾ ചിൽഡ്രൻ ആണെങ്കിൽ അവരുടെ ഇമോഷണൽ ഡെവലപ്മെന്റ് എങ്ങനെയായിരിക്കും, ടെൻ ടു എക്സ്പ്രസ് ഇമോഷൻ ഫ്രീലി ആൻഡ് ഓപ്പൺലി എന്നാണ്. അവ പ്രീ സ്കൂൾ, അത് LKG UKG ഒക്കെ ആണെങ്കിൽ അവരെന്ത് വെച്ചാൽ വളരെ ഈസി ആയി അല്ലെങ്കിൽ വളരെ ഓപ്പൺ ആയിട്ട് അവരുടെ ഇമോഷൻസ് പറയുന്നതാണ്. ജലസി ഈസ് വെരി കോമൺ, അവരുടെ ഇടയിൽ ജലസി ഉണ്ടാകും, പക്ഷെ അവർക്ക് എന്താണെങ്കിലും, അത് ദേഷ്യമാണെങ്കിൽ അവർ തുറന്നു പറയും, സ്നേഹമാണെങ്കിൽ തുറന്നു പറയും, ജലസി ആണെങ്കിൽ തുറന്നു പറയും, അതല്ല സിമ്പതി ആണെങ്കിൽ തുറന്നു പറയും, എന്താണെങ്കിലും അവരെന്ത് ചെയ്യും, അത് തുറന്ന് പറയുന്ന ഒരു കൂട്ടരായിരിക്കും എന്നുള്ളതാണ്. ഇതിന് പ്രൈമറി ഗ്രേഡ് ആണ്, ഒരു 6 മുതൽ 9 വയസ്സ് വരെയൊക്കെയുള്ള ഒരു കുട്ടികള് അലേർട്ട് ഫീലിംഗ് ഓഫ് അതേഴ്സ്. അവരെപ്പോഴും അവരുടെ ഫീലിങ്സ് മാത്രമല്ല, അവർ കുറച്ച് മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നും കൂടി അവർ നോക്കാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ വെരി സെൻസിറ്റീവ് ടു ക്രിറ്റിസിസം, അവരെ വിമർശിക്കുമ്പോ അല്ലെങ്കിൽ അവരെ നമ്മൾ കളിയാക്കുമ്പോ അല്ലെങ്കിൽ അവരെ കുറ്റം പറയുമ്പോൾ അവർക്ക് അത് ഭയങ്കര സെൻസിറ്റീവായി എടുക്കാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, അതേസമയത്ത് തന്നെ ദ നീഡ് പ്രൈസ് ആൻഡ് റെക്കഗ്നിഷൻ, അവർക്ക് എപ്പോഴും പുകഴ്ത്തലുകൾ വേണം, അതേപോലെ തന്നെ അംഗീകാരങ്ങൾ വേണം, അവരെ പരിഗണിക്കണം. ഇല്ലേ, ഈ ചെറിയ കുട്ടികളെ പരിഗണിക്കണം എന്നുള്ള പോയിന്റിനോട് നിങ്ങൾ എന്താ നിങ്ങളുടെ അഭിപ്രായം? എങ്ങനെ പരിഗണിക്കും? പരിഗണിക്കണോ വേണ്ടേ? വേണമെങ്കിൽ എങ്ങനെ? വേണ്ടെങ്കിൽ എന്തുകൊണ്ട്? പരിഗണിക്കണം വേണം. ഓക്കെ, എങ്ങനെ? അവരുടെ ചെറിയ നേട്ടങ്ങളാണെന്നുണ്ടെങ്കിൽ കൂടി അപ്രിഷിയേറ്റ് ചെയ്യണം, പറ്റുമെങ്കിൽ ചെറിയ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാം. പരിഗണനയാണോ? അതല്ല, ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാം. ഇവിടെ
ഇപ്പോ ഹസ്ബൻഡിന്റെ സിസ്റ്ററുടെ കുട്ടികളുണ്ട്. അപ്പൊ കുട്ടിക്ക് 1ലാ പഠിക്കുന്നത്. അപ്പൊ എന്നും ഡിക്റ്റേഷൻ എടുക്കുമ്പോ 1 2 വേർഡ് തെറ്റും. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഇരുന്നിട്ട് കുറെ ഇങ്ങനെ അവന് മനസ്സിലാവുന്ന രീതിയിൽ ഒന്നും കൂടി ഒരു സ്ട്രാറ്റജി മാറ്റി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഫുൾ മാർക്ക് വാങ്ങി ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ നമുക്ക് എല്ലാവരും അപ്രിഷിയേറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അത് പ്രൈസ് ആണ്, അതല്ലെങ്കിൽ മോട്ടിവേഷൻ ആണ്, അതൊക്കെയാണ്. പക്ഷെ കൺസിഡറേഷൻ ഞാൻ പറയണേ, പരിഗണന എങ്ങനെയാണ് ഇവിടെ കുട്ടികളാരും ഇല്ലേ? ടൈം സ്പെൻഡ് ചെയ്യുന്ന പരിഗണന, ദാറ്റ്സ് എ ഗുഡ് പോയിന്റ്. ഇനി ഉണ്ടാവും ഇനിയിപ്പോ അയാളുടെ താഴെയോ ഒരു കുട്ടിയുടെ ഉണ്ടെന്നുണ്ടെങ്കിൽ വലിയ എന്റെ കേസിലാണെങ്കിൽ എന്റെ മക്കൾ തമ്മിൽ വലിയ ഏജ് ഡിഫറൻസ് ഇല്ല. അപ്പൊ ഞാൻ എപ്പോഴും മൂത്ത ആളുടെ കാര്യം ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ചോദിക്കണമെങ്കിൽ ഇതാക്കണമെങ്കിലും ആളുടെ ഒരു അങ്ങനെയല്ല അല്ല ഒരു പരിഗണന കൂടുതൽ അവരുടെ കാര്യം. കാരണം മറ്റേയാൾക്ക് ഇമോഷൻസ് ഒക്കെ ഒന്ന് എക്സ്പ്രസ് ചെയ്യാനുള്ളതൊന്നും ആയിട്ടില്ലല്ലോ. അപ്പൊ ആൾക്കാണ് കൂടുതൽ പരിഗണന. താങ്കൾ നൽകുന്ന മെസ്സേജ് എന്താ? അല്ലേ, ഇത് പറയുന്നത് താങ്കൾ എന്താണ് ഞങ്ങൾക്ക് തരുന്ന മെസ്സേജ്? ഹലോ, പറയൂ, എന്താ മെസ്സേജ്? എന്താ? ഇന്റെ വോയിസ് കട്ടാകുന്നുണ്ടോ? സാറിന്റെ വോയിസ് കട്ടാവുന്നില്ല. ഓക്കെ ഓക്കെ, സമാധാനം. സോ എനിവേ, പിന്നെ അപ്പം പ്രൈമറി ഗ്രേഡിലെ കുട്ടികൾ എന്ത് ചെയ്യണം? നമ്മൾ പ്രൈസ് ചെയ്യണം. ഓക്കെ, ഇത് എങ്ങനെ കുട്ടികൾക്ക് പരിഗണന കൊടുക്കുക അറിയോ? അപ്പം ചെറിയ കുട്ടികളാണെങ്കിലേ അവര് നമ്മുടെ പിന്നെ നമ്മൾ വീട്ടിൽ ഗസ്റ്റ്, ഒരു ഉദാഹരണം പറയാം കേട്ടോ. ഗസ്റ്റ് ഒന്ന് സങ്കല്പിക്കുക. നമ്മൾ ചെറിയ കുട്ടിയോട് എന്താ പറയാ? നിങ്ങൾ അവിടെ എവിടെയും പോയി ഇരിക്കുന്ന അറിയോ? മാറ്റി അങ്ങോട്ട് മാറി നിൽക്കണമെന്ന് പറയും അല്ലെ? അപ്പുറത്തേക്ക് പോയി കളിക്ക്, ഇവിടെ ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത്. ഒരതിഥി അതൊക്കെ നമുക്ക് അറിയാം, പക്ഷെ നമ്മൾ എന്താ ചെയ്യുള്ളൂ? അല്ല, നമ്മൾ അവരെ അതിൽ ഇൻക്ലൂഡ് ചെയ്താലാണ് ഒരു അതിഥി വന്നാൽ എങ്ങനെ പെരുമാറണം സോഷ്യലി അവര് മനസ്സിലാക്കൂ. വെരി ഗുഡ്. നമ്മൾ അവരെ ശരിക്കും ചെയ്യണമെന്ന് വെച്ചാല് അവരെ നമ്മൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത് പഠിപ്പിച്ചു കൊടുത്ത് അവരെ മുന്നിൽ നിർത്തണം എന്നുള്ളതാണ്. ശരിക്കും ഈ അതിഥികൾ സ്വീകരിക്കേണ്ടത് കുട്ടികളാണെന്നാണ് നമ്മുടെ ഒരു സൈക്കോളജിക്കൽ അപ്രോച്ചിൽ പറയാം. അപ്പോഴാണ് ശരിക്കും അവരെ എങ്ങനെയാണ് റെസ്പെക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഗസ്റ്റിനെ എങ്ങനെ ഡീൽ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടുള്ളൂ. ഇനിയുണ്ടല്ലോ, ഈ വിരുന്നേര് വരുമ്പോഴേ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ആരെങ്കിലും വന്നാലേ കുട്ടികൾക്ക് ഒരു പ്രത്യേക വികൃതികരം, നമ്മൾ മേത്ത് പിടിച്ച് തൂങ്ങുക, അല്ലെങ്കിൽ ഡ്രസ്സിൽ പിടിച്ച് വലിക്കുക, അല്ലെങ്കിൽ വെറുതെ സൗണ്ട് ഉണ്ടാക്കുക, അങ്ങനെ ഒരു പ്രത്യേക സ്വഭാവമാറ്റം കണ്ടിടാം. അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താന്ന് വെച്ചാല് അവർ അറ്റൻഷൻ സീക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ അവർക്ക് കൂടുതൽ അറ്റൻഷൻ ആവശ്യമുണ്ട്. അപ്പൊ ഈ എല്ലാവരുടെ ഇടയിൽ നിങ്ങൾ ഇനിയും കൂടി പരിഗണിക്കണം എന്ന് അവർ പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നാണ് പറയാറുള്ളത്. സോ നമ്മൾ അവർക്കൊരു കൺസിഡറേഷൻ, ഒരു റെക്കഗ്നിഷൻ കൊടുത്താൽ മതി എന്നുള്ളതാണ് അതിന്റെ ആൻസർ, അല്ലെങ്കിൽ അതിൽ നിന്നുള്ള ഒരു പോയിന്റ്. ഓക്കെ, ഇനി ചേഞ്ച് ഇൻ മോഡ് ഓഫ് എക്സ്പ്രഷൻ ഓഫ് ഇമോഷൻ റിയാക്ഷൻ ആണ് കേട്ടോ. ഓരോ ഏജിലും കുട്ടികളുടെ പിന്നെ ഇമോഷണൽ എക്സ്പ്രഷനിൽ ഉണ്ടാകുന്ന ഡിഫറൻസസ് ആണ്, ചേഞ്ചസ് ആണ് ഇവിടെ പറയുന്നത്. അറ്റ് ദ ഏജ് ഓഫ് 3, ഒരു 3 വയസ്സൊക്കെ ആകുമ്പോൾ സ്റ്റാർട്ട് ബീറ്റിംഗ് വെൻ ആംഗ്രി. അവർക്ക് ദേഷ്യം വന്നാൽ അപ്പൊ തലകണം. ശരിയാണോ? 2, 3 വയസ്സിലൊക്കെ അവർക്ക് പറ്റാത്ത വന്നാൽ അല്ലെങ്കിൽ അവർ നമ്മൾ എന്ത് പറഞ്ഞാലും നമ്മളൊന്ന് തല്ലും. എന്റെ മോനൊക്കെ ഇപ്പൊ 2 വയസ്സായിട്ടുള്ളൂ. പക്ഷെ ഇപ്പൊ അവനെന്തെങ്കിലും തെറ്റ് ചെയ്താലേ അവൻ എന്താ ചെയ്യാം? നമ്മൾ ഒരു നോട്ടം നോക്കിയാല് അവൻ ആദ്യം നമ്മൾ എന്താണോ അവനെ പറയാൻ സാധ്യതയുള്ളത് അത് നമ്മളെ പറയും. അഥവാ നമ്മോട് ചൂടാവുക, നമ്മളടുത്ത് തല്ലാൻ വരിക, നമ്മളെ എന്താ പറയാ ആ ഒരു ശിക്ഷിക്കുന്ന പോലൊക്കെ ചെയ്യും. അഥവാ അവനത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് അവിടെ ഷോ ചെയ്തത്. ദെൻ അറ്റ് ദ ഏജ് ഓഫ് 4, 4 വയസ്സൊക്കെ ആണെങ്കിൽ അൺസബോർഡിനേറ്റ് വെൻ ആംഗ്രി. ദേഷ്യം വന്നാൽ അവര് നമ്മളെ തീരെ പറഞ്ഞ കേൾക്കില്ല. അല്ല, അത്രയും നല്ല കുട്ടിയൊക്കെ ഇരിക്കും, പക്ഷെ ദേഷ്യം വന്നാൽ പിന്നെ നമ്മൾ പറഞ്ഞൊന്നും കേൾക്കില്ല. സോ തീരെ ഒരു ഡിസൊബീഡിയന്റ് ആയിട്ട് മാറുന്നുള്ളതാണ്. ഒരു 6 വയസ്സൊക്കെ ആണെങ്കിലോ വെർബൽ അബ്യൂസ് വെൻ ആംഗ്രി. അവര്
വാക്കുകൾ കൊണ്ട് പലതും സംസാരിക്കും, പലതും പറയും. അങ്ങനെ വെർബൽ അബ്യൂസ് ആണ് അവരിൽ കൂടുതൽ ഉണ്ടാകുക എന്നുള്ളതാണ്. ഇനി ഇതിൽ രണ്ട് ചെറിയ ടേംസ് ഉണ്ട്. സൈക്കോളജി പഠിക്കണേ അല്ലെങ്കിൽ ഇമോഷണൽ സൈക്കോളജിയോ അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് സൈക്കോളജി പഠിക്കണ എല്ലാവരും പഠിക്കുന്ന രണ്ട് ടേംസ് ആണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഒരു കോമൺ രണ്ട് ടേംസ് ആണ്. എന്തൊക്കെയാണ് ടേംസ്? ഹലോ, സ്ക്രീനിൽ രണ്ട് ടേംസ് ഉണ്ടോ? പെരുന്തച്ചൻ കോംപ്ലക്സ് അങ്ങനെ ഈഡിപ്പസ് കോംപ്ലക്സ് ആൻഡ് ഇലക്ട്രോ കോംപ്ലക്സ് കേട്ടിട്ടുണ്ടോ സാധനം? യെസ്. ഇതൊരു കോമൺ ആണ്, എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലെ? ഈഡിപ്പസ് കോംപ്ലക്സിൽ മെയിൽസ് ഇഡൻ ഡിസ്പ്ലേ മച്ച് അഫെക്ഷൻ ടുവേർഡ്സ് ദെയർ മദർ. ആൺകുട്ടികൾക്ക് എപ്പോഴും ഉമ്മയോടായിരിക്കും സ്നേഹം, അല്ലെങ്കിൽ ഉമ്മയോട് സ്നേഹമുണ്ട് എന്നാണ് അതിൽ പറയുന്നത്. ദെൻ ഇലക്ട്രോ കോംപ്ലക്സ് ആണെങ്കിലോ, പെൺകുട്ടികൾ ഡിസ്പ്ലേ മച്ച് അഫെക്ഷൻ ടുവേർഡ്സ് ദെയർ ഫാദർ. പെൺകുട്ടികൾക്ക് ഉപ്പയോടെ ഇരിക്കും അല്ലെങ്കിൽ അച്ഛനോടെ ഇരിക്കും കൂടുതൽ താല്പര്യം. താല്പര്യം മീൻസ് അടുപ്പം അല്ലെങ്കിൽ ഇഷ്ടം എന്നുള്ളതാണ്. ഇത് എല്ലാ കുട്ടികളും ഇങ്ങനെ തന്നെ ആയിരിക്കുമോ? ഇല്ല, എല്ലാ കുട്ടികളും ഇങ്ങനെ ആവണമെന്നില്ല. എല്ലാ പ്രായത്തിലും കുട്ടികൾ ഇങ്ങനെ തന്നെ ആയിരിക്കുമോ? ഇല്ല. അതും ആവണമെന്നില്ല. പക്ഷെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഈ 2 മാർക്കിനൊക്കെ ഉള്ള ചെറിയ ചെറിയ വേർഡ്സ് ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും വന്നിടായില്ല. ഓക്കെ, ഈഡിപ്പസ് കോംപ്ലക്സ് ആൻഡ് ഇലക്ട്രോ കോംപ്ലക്സ് കാര്യം മനസ്സിലായില്ലേ? സംഭവം മനസ്സിലായില്ലേ? ഓക്കെ, ഇത് കുറച്ചുകൂടി ആഴത്തിൽ പറയുമ്പോ ഇതിന് കുറച്ചുകൂടി ആഴമുണ്ട് ശരിക്ക്. അത് ഇവിടെ സിലബസിൽ നമുക്ക് പഠിക്കാനില്ല. കുറച്ചുകൂടി അത് ആഴത്തിൽ പഠിക്കേണ്ട ഒരു ടോപ്പിക് കൂടിയാണ് കേട്ടോ. നമുക്കത് പറയാനില്ല, അത്ര ഇല്ല. ഇനി മോറൽ ഡെവലപ്മെന്റ് ആണ്. ഇപ്പൊ ഇമോഷൻ ഡെവലപ്മെന്റ് ആണ്. ആക്ച്വലി ഈ ഇമോഷൻ ഡെവലപ്മെന്റ് ഇല്ലേ, ഒരാൾക്ക് ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനുള്ള അദ്ദേഹത്തിന്റെ കഴിവാണ് ഇമോഷണൽ ഇന്റലിജൻസ്. ഓക്കെ, EQ എന്നൊക്കെ പറയും, ഇമോഷണൽ കോഷ്യന്റ്. നമ്മുടെ ഇമോഷണൽ ഇന്റലിജൻസ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. നമുക്ക് എത്രത്തോളം ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്ന് മെഷർ ചെയ്യാൻ പറ്റും. ഞാനിത് മുമ്പേ പറഞ്ഞിട്ടുണ്ടോ? ഒരു വെൽ ഇമോഷണൽ ബാലൻസ്ഡ് ആയ ഒരു വ്യക്തി എങ്ങനെ ബിഹേവ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ? ഒന്നും കൂടിയും പറയോ? അല്ലെ, ഞാൻ ചോദിക്കുമ്പോല്ലേ നിങ്ങൾ റെസ്പോൺസിന്റെ വോയിസിൽ എന്തെങ്കിലും അല്ലെങ്കിൽ നെറ്റ്വർക്കിൽ ഇഷ്യൂ ഉണ്ടോ? അതല്ല നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാത്തോണ്ടാണോ? ഞങ്ങൾ ഒരു നിമിഷം കുറച്ചൊന്ന് ആലോചിക്കും, അപ്പൊ അത്രേ ഉള്ളൂ. അല്ലാണ്ട് വോയിസിൽ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, എന്നൊരു കാര്യം ചെയ്യണം കേട്ടോ, ആ മൈക്കൊന്ന് അങ്ങനെ മുട്ടിക്കൊണ്ടു. കാരണം ഞാന് ചിലപ്പോ അടുത്തതിലേക്ക് പോകും. ദാറ്റ് മീൻസ് എനിക്ക് ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് നിങ്ങള് ജസ്റ്റ് മൈക്കിൽ നിന്ന് മുട്ടി, നമ്മള് ഹലോ മൈക്ക് ചെക്ക് എന്നൊക്കെ പറയില്ല, അതേപോലെ ജസ്റ്റ് ഒന്ന് മുട്ടിയാൽ മതി. ഓക്കെ, അപ്പം ആക്ച്വലി ഒരു ഇമോഷണലി പിന്നെ ബാലൻസ്ഡ് ആയ ഒരു പേഴ്സൺ നമുക്ക് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവും. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പറഞ്ഞിട്ടുണ്ടാ? ആ വ്യക്തിയല്ലേ പറഞ്ഞിട്ടുണ്ടെങ്കിലും അറിയില്ലെങ്കിൽ കേട്ടോ. ആ വ്യക്തി എന്ന് വെച്ചാല് ഇമോഷണൽ ഔട്ട്ബേസ്റ്റ് ആ വ്യക്തിക്ക് ഉണ്ടാവില്ല. ഇമോഷണൽ ഔട്ട്ബേസ്റ്റ് എന്ന് പറഞ്ഞാല് ഓവറായി ചിരിക്കൂല, ഓവറായി കരയൂല, ഓവർ എക്സൈറ്റ്മെന്റ് ഉണ്ടാവില്ല, ഓവർ ജോയ് ഉണ്ടാവില്ല. അപ്പൊ ഏറ്റവും അടുത്തൊരാൾ മരിച്ചാലും ആൾ അങ്ങനെ ഭയങ്കരമായി പൊട്ടിക്കരഞ്ഞ് സീനാക്കി അലമുറട്ട് കരയണം എന്നൊന്നുമില്ല. ആൾക്ക് അറിയാം, ഹൗ ക്യാൻ ഐ മാനേജ് മൈ ഇമോഷൻ, മൈ സാഡ്നെസ്, മൈ ഡിപ്രഷൻ. കഴിയില്ല, സാഡ്നെസ്. അതല്ല ഒരു ഇനിയിപ്പോ അതല്ല ഒരു പിന്നെ ഭയങ്കര സന്തോഷിക്കാനുള്ള ഒരു കല്യാണോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഭയങ്കര സന്തോഷിക്കാനുള്ള വന്നാലും ഒരു ഓവർ എക്സൈറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു ഓവർ എൻജോയ്മെന്റ് ഉണ്ടാവില്ല. എപ്പോഴും മെച്യൂർഡ് ആയ പേഴ്സൺസ് ഇമോഷണലി ബാലൻസ്ഡ് ആയിരിക്കും. അതേമാതിരി ഒരു വിറ്റ് കേട്ടു, തമാശ കേട്ടാലോ അതിൽ ഒരുപാട് പൊട്ടിച്ചിരിക്കുക, അങ്ങനത്തെ സംഭവങ്ങൾ ചെയ്യൂല. മനസ്സിലായോ? അത് നല്ലതാണോ അതോ മോശമാണോ സർ അങ്ങനെ ചെയ്യുന്നത്? അതോ ഇമോഷണൽ ബാലൻസ് ഉള്ള ഒരാള് അത് കൺട്രോൾ ചെയ്തിട്ട് ചെയ്യുള്ളൂ എന്നുള്ളതാണ്. അല്ല സർ, നമ്മൾ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യണം എന്നല്ലേ? എക്സ്പ്രസ് ചെയ്യണം. കേട്ടെ, ഇപ്പൊ കരച്ചിൽ വന്നേ ഫുള്ള് പൊട്ടിയാണ് കരഞ്ഞ് എല്ലാവരും കണ്ട് നമ്മള് പണ്ടത്തെ സിസ്റ്റല്ലേ നെഞ്ചത്തടിച്ചൊക്കെ കരയണം എന്നാണോ ഉദ്ദേശിക്കുന്നത്? അങ്ങനെയല്ല സർ, നമ്മൾ ഇമോഷൻസ് സപ്രസ് ചെയ്യുന്നത് നല്ലതല്ലല്ലോ. സപ്രസ് ചെയ്യലല്ല, ഇവർ ഇമോഷണൽ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ കൺട്രോൾഡ് ആയിരിക്കുന്നു മാത്രം.
താങ്കൾ പറഞ്ഞത് എന്താ അറിയോ, ഒരാൾക്ക് ഭയങ്കരമായി പൊട്ടിക്കരയാൻ വന്നു, അതിനെ പിടിച്ചു വെക്കുന്നതാണ് തെറ്റ്. അല്ലെങ്കിൽ പൊട്ടിച്ചിരിക്കാൻ തോന്നി, അത് പിടിച്ചു വെക്കുന്നതാണ് തെറ്റ്. ഇവിടെ ആക്ച്വലി ഈ വ്യക്തി അവരുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. മനസ്സിലായോ? ആ ഒരു കരച്ചിലെ അദ്ദേഹത്തിന് വരൂ, ആ ഒരു ചിരി അദ്ദേഹത്തിന് വരൂ. ഓക്കെ സർ. മനസ്സിലായോ? മനസ്സിലായില്ലെങ്കിൽ ചോദിച്ചോ, പ്രശ്നമില്ല. അല്ല സർ, നമ്മളെ സൊസൈറ്റി ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ പുരുഷന്മാര് കരയരുത്, അങ്ങനെ സൊസൈറ്റി അങ്ങനെ ഒരു ഇത് വെച്ചതുപോലെയാണ്. അതുകൊണ്ട് കുറെ ആര് ആളുകൾ കരയരുത്? അവരുടെ ഇമോഷൻസ്, പുരുഷന്മാര് അതായത് ആണുങ്ങൾ കരയുന്നത് കണ്ണിൽ പിന്നെ കണ്ണുനീരല്ലാതെ പിന്നെ എന്താ ഉള്ളത്? സംസവെള്ളം ഉണ്ടാ? അതല്ല സാർ, പൊതുവെ ഒരു വെപ്പ് അങ്ങനെയല്ലേ, നീ ആൺകുട്ടിയല്ലേ, ഈ കരയാൻ പാടുണ്ടോ, അങ്ങനെയൊക്കെയാണല്ലോ ഒരു പഴയ തലമുറയുടെ ഒരു വർത്താനം. അതാണ് പഴയ തലമുറ മാറ്റാനാണ് പുതിയ തലമുറയിലുള്ള നമ്മള് എഡ്യൂക്കേഷനും സൈക്കോളജിയും പഠിക്കുന്നത്. പക്ഷെ സർ സ്റ്റിൽ പഴയ കുട്ടികളോട് തലമുറയിൽ പലരും പറയുന്നത് കേൾക്കാറുണ്ട്, എന്താ നീ ആൺകുട്ടിയല്ലേ, നീ കരയാൻ പാടുവോ. അപ്പൊ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, അവൻ ആൺകുട്ടിയാണ്, നീ കരഞ്ഞോ എന്ന് പറഞ്ഞോളൂ. സങ്കടം എങ്ങനെയാണോ തീരുക അങ്ങനെ തീർക്കണം. ചിലത് കരഞ്ഞാൽ തീരും, ചിലത് പറഞ്ഞാൽ തീരും, ചില ആളുകൾക്ക് അത് എഴുതിയാൽ തീരും, ചില ആളുകൾക്ക് പാട്ട് പാടിയാൽ തീരും, ചില ആളുകൾക്ക് പിന്നെ വേറെ എങ്ങനെ തീരാ, ഒരു ഗ്ലാസ് ഒക്കെ തച്ച് പൊട്ടിച്ചാൽ തീരും. അല്ലേ? അങ്ങനെ തന്നെ അല്ലേ? ഓക്കെ, മുന്നോട്ട് പോകല്ലേ? അത് സൊസൈറ്റീന്റെ എന്താ പറയാ എന്താ പറയാ സൂപ്പർസ്റ്റിഷ്യസ് ബിലീഫ്സോ അല്ലെങ്കിൽ അങ്ങനെയുള്ള തെറ്റായ ധാരണകളാണ്, തെറ്റായ ചിന്തകളാണ്. ഇവിടെ ആക്ച്വലി ഞാൻ പറഞ്ഞു വെച്ചാൽ ഇമോഷണൽ ഇന്റലിജൻസ് ഉണ്ടാവാൻ കുറച്ചധികം പണിയെടുക്കണം, വെറുതെ കിട്ടൂല. അങ്ങനെ ഇമോഷണലി ബാലൻസ്ഡ് ആകുന്ന ഒരാൾ. ഓക്കെ, ഇപ്പം നമ്മളെ കൂടെ തന്നെ നല്ല പൊട്ടിക്കരയുന്ന ആളുകൾ, അല്ലെങ്കിൽ ഒരുപാട് കരയുന്ന ആളുകൾ, ഒരുപാട് ചിരിക്കുന്ന ആളുകൾ, ഒരുപാട് ദേഷ്യപ്പെടുന്ന ആളുകളൊക്കെ ഉണ്ടാവും, ഭയങ്കരമായി അസൂയ കാണിക്കുന്ന ആളുകൾ. അതൊക്കെ തെറ്റാണെന്ന് പറഞ്ഞു. അത് കൺട്രോൾ ചെയ്ത് ബാലൻസ് ചെയ്യേണ്ട ഉത്തരവാദിത്തം നമുക്കുണ്ട്. ഈ ദേഷ്യത്തിന്റെ ഒക്കെ എനിക്കൊക്കെ അത്യാവശ്യം ദേഷ്യം വരുന്ന ആളാട്ടോ. അപ്പം ഈ ദേഷ്യത്തിന്റെ ഒരു ഡേഞ്ചർ അതറിയോ, കേട്ടണം? ഒരാളുടെ ദേഷ്യം വന്ന് നമ്മൾ ആ ദേഷ്യത്തിൽ പലതും പറഞ്ഞു, പിന്നെ നമ്മൾ എന്ത് ചെയ്യും, അത് ആ ദേഷ്യത്തിൽ പറഞ്ഞതാണ് കേട്ടോ എന്ന് പറഞ്ഞ് സോറിയൊക്കെ പറഞ്ഞ് നമ്മളത് സോൾവ് ചെയ്യും. അങ്ങനെ ചെയ്താലും പിന്നെ അതിനെ കുറിച്ച് അറിയോ, എന്താ സംഭവിക്കുക അറിയോ? ഇല്ല സാർ, പറയൂ. അതിനെ കുറിച്ച് കഥ കേട്ടിട്ടുണ്ടാവും? ഇല്ല. ഒരു ഓക്കെ, ഞാൻ പറയാട്ടോ, കേട്ടിട്ടൊന്നും അറിയില്ല. ഒരു കുട്ടി ഉണ്ടായിരുന്നു, ആ കുട്ടി ഭയങ്കരമായ ദേഷ്യക്കാരനാണ്. അപ്പൊ അവന്റെ പാരന്റ്സ് അവനെ കൊണ്ട് ഭയങ്കരമായി പൊറുതി മുട്ടി, കാരണം ദേഷ്യം വന്നാൽ അവൻ എന്തൊക്കെ ചെയ്യാൻ അവനെന്നെ അറിയില്ല, ഭയങ്കരമായ ദേഷ്യം. അങ്ങനെ ഈ കുട്ടിന്റെ അച്ഛൻ അല്ലെങ്കിൽ അവന്റെ ഫാദർ അവനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിനക്കൊരു ഉപദേശം തരാം. അപ്പൊ ഈ കുട്ടിക്ക് ആഗ്രഹമുണ്ട്, ഞാൻ ദേഷ്യം വന്നാൽ ഞാൻ ഭയങ്കരമായി ചെയ്യുന്നുണ്ട്, അത് ഇഷ്ടമല്ല, അത് ശരിയല്ല, എനിക്കത് നിർത്തണം, അത് ഒഴിവാക്കണം എന്നൊക്കെ കുട്ടിക്ക് ആഗ്രഹമുണ്ട്. അപ്പൊ കുട്ടിക്ക് അവന്റെ പാരന്റ് അഥവാ ഫാദർ ഒരു ഉപദേശം കൊടുക്കുകയാണ്. ഈ എന്ത് ചെയ്യണം, ദേഷ്യം വരുമ്പോ നമ്മുടെ ആ ഒരു അതിരില് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പുറത്തുള്ള ഒരു പലക, ദാറ്റ് മീൻസ് ഒരു മരത്തിന്റെ ഒരു പലക കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഈ ദേഷ്യം വരുമ്പോ അവന് കുറച്ച് ആണി കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ദേഷ്യം വരുമ്പോൾ എന്ത് ചെയ്യണം, ഓരോ പ്രാവശ്യം ദേഷ്യം വരുമ്പോഴും നിനക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റണില്ലെങ്കിൽ നീ ഇതിന്ന് ഒരു ആണി എടുത്തിട്ട് ആ പലകയിൽ കൊണ്ടുപോയി തറക്കണം, അഥവാ ആണി അടിച്ച് കയറണം. അങ്ങനെ കുട്ടി ഇങ്ങനെ കുറെ ദിവസങ്ങൾ കഴിഞ്ഞു. ഓരോ ദിവസം, ചില ദിവസം കുട്ടി 20 ആണി അറച്ചു, ചില ദിവസങ്ങൾ ഇങ്ങനെ, അങ്ങനെ കുട്ടി ആ പലകയിൽ ആണികൾ ഇങ്ങനെ തറച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആദ്യത്തെ ദിവസം കുട്ടി ഒരു 35 ആണി തറച്ചു, രണ്ടാമത്തെ ദിവസം അതൊരു 25 അങ്ങനെ ഓരോ ദിവസം കഴിഞ്ഞിടത്തോളം കുട്ടി തറക്കുന്ന ആണികളുടെ എണ്ണം കുറഞ്ഞു വന്നു. അങ്ങനെ ഫാദർ പറഞ്ഞു, ഒറ്റ ആണി തറക്കാത്ത ഒരു ദിവസം ഉണ്ടെങ്കിൽ അന്ന് നീ എന്റെ അടുത്തേക്ക് വരണം. അങ്ങനെ ഈ പിന്നെ കുട്ടി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഫാദറിന്റെ അടുത്തേക്ക് വരികയാണ്. ഇത് പറയാണ്, ഇന്ന് ഞാൻ ഒറ്റ അണി അടിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ ഇന്നലെ ഒറ്റ അണി അടിച്ചിട്ടില്ല, എനിക്ക് ഇന്റെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ ഞാൻ പഠിച്ചിട്ടുണ്ട് എന്ന് പറയാണ്. അപ്പം ഫാദർ പറഞ്ഞു, എങ്കിൽ നീ എന്റെ കൂടെ വാ. എന്നിട്ട് ഈ കുട്ടിയും കുട്ടി ആ ഒരു മലപ്പലകയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അതിൽ കുറെ ആണികളുണ്ട്, ഓരോ ദിവസം അടിച്ച് കുറെ ആണികളുണ്ട്. അപ്പം ഈ ഫാദർ പറഞ്ഞു, ഇനി ചെയ്യേണ്ടത്, നിനക്ക് ദേഷ്യം വരാത്ത സന്ദർഭങ്ങൾ, ദേഷ്യം വരേണ്ടതായിരുന്നു, ഈ ദേഷ്യം കൺട്രോൾ ചെയ്തു, ദേഷ്യം വന്നില്ല, അങ്ങനെ വന്നാലെങ്കിൽ എന്ത് ചെയ്യണം, ആ പലകയിൽ പോയിട്ട് ഒരാണി പറിക്കണം, നീ തറച്ചു വെച്ച ആണി പറിക്കണം. അങ്ങനെ ഫാദർ ഉപദേശം കൊടുത്തു. ഇവന് കുറച്ച് ദിവസങ്ങൾ കടന്നു പോയി, അവൻ എല്ലാ ആണിയും പറിച്ചു.
കാരണം അവൻ അവന്റെ ദേഷ്യത്തെ കൺട്രോൾ ചെയ്യാൻ പഠിച്ചു. എന്നിട്ട് അവൻ അച്ഛൻ വീട് തിരിച്ചു വന്നു. എന്നിട്ട് പറഞ്ഞു ആ പലകയിലുള്ള എല്ലാ ആണി ഞാൻ പറിച്ചു. അപ്പൊ ഈ ഫാദർ അവനെയും കൂട്ടി വീണ്ടും ആ പലകയുടെ അടുത്തേക്ക് പോയി. എന്നിട്ട് പറഞ്ഞു നീ ആ പലകയെ ഒന്ന് നിരീക്ഷിക്കും, അത് അവിടെ എന്താണ് ബാക്കിയുള്ളത് നോക്ക് എന്ന് പറഞ്ഞു. അപ്പം ആ കുട്ടി നോക്കിയിട്ട് പറഞ്ഞു അവിടെ ഞാൻ ആണി തറച്ച കുറെ ഹോൾസ്, അല്ലെ നമ്മളെ മലയാളത്തിൽ പച്ച മലയാളത്തിൽ എന്താ പറയാ, ഓട്ട, കുറെ ഹോൾസ് അതിൽ ബാക്കിയുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഫാദർ കുട്ടിയോട് പറഞ്ഞു ഇതാണ് നമ്മുടെ ദേഷ്യത്തിന്റെ പ്രശ്നം. ദേഷ്യം വരുമ്പോ നമ്മൾ പറയുന്ന വാക്കുകള്, നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങള് നമ്മുടെ കൂടെയുള്ള ചുറ്റുമുള്ള കുറെ ആളുകളുടെ മനസ്സിൽ മായാത്ത മുറിവുകളായി, മായാത്ത അടയാളങ്ങളായി കിടക്കും. സോ നമ്മുടെ ദേഷ്യം നമ്മൾ പ്രകടിപ്പിച്ച് പിന്നെ നമ്മൾ എത്ര സോറി പറഞ്ഞിട്ടും അല്ലെങ്കിൽ പിന്നെ അതിന് എന്ത് പ്രാക്ടീസും ചെയ്തിട്ടും കാര്യമില്ല, അത് എന്ത് ചെയ്യൂല, ആ ദേഷ്യം മാറൂല, അല്ലെങ്കിൽ ആ ഒരു മുറിവ് മാറൂല എന്നുള്ളതാണ് സ്റ്റോറി. മനസ്സിലായോ? അപ്പൊ ദേഷ്യം നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ ഇമോഷൻ നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടതാണ് എന്നുള്ളതാണ്. ഇതൊക്കെ പറയുമ്പോഴും ഞാൻ എന്റെ വീട്ടിലത്തെ ഞങ്ങൾ ജഗ് ഒന്ന് മാറ്റിയിട്ടുണ്ട്, വെള്ളം കുടിക്കുന്ന ജഗ് ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, കഥ ഞാൻ പറയണില്ല, കാര്യം മനസ്സിലായില്ലേ? കാര്യം മനസ്സിലായോ? എടുത്തറിയോ? അത് വിശദീകരിക്കണ്ട, കാര്യം മനസ്സിലായോ? ജഗ് എടുത്തറിയോ സാറ്? വിശദീകരിക്കരുത്. എന്റെ വീട്ടില് ജഗ് ഞാൻ മാറ്റിയിട്ടുണ്ട്, മനസ്സിലായില്ലേ? ഓക്കെ, ഇത് ഓൺലൈൻ ക്ലാസ് ആണ്, റെക്കോർഡ് ക്ലാസ് ആണ്, ഇത് അങ്ങനെ പറയാൻ പാടില്ല നമ്മള്. ഓക്കെ, പിന്നെ നമ്മള് നേരെ സ്റ്റേജസ് ഓഫ് മോറൽ ഡെവലപ്മെന്റ് ഇൻ ചിൽഡ്രൻ ആണ് കേട്ടോ. അടുത്ത സ്റ്റേജ് നമ്മളിപ്പോ പഠിച്ചത് ഇമോഷണൽ ഡെവലപ്മെന്റ് ആണ്, ഇനി മോറൽ ഡെവലപ്മെന്റ് ആണ്. ശരിക്കും അല്ലേ? ഇപ്പൊ ഈ മോറൽ ഡെവലപ്മെന്റിനെ കുറിച്ച് ഞാൻ പറയുന്നതിന് മുമ്പേ ഒരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളിൽ എത്തപ്പോ നമുക്ക് ഞാൻ മോറലി സൗണ്ട് ആണ്, അല്ലെങ്കിൽ മൊറാലിറ്റി ഭയങ്കരമായി കീപ്പ് ചെയ്യുന്ന ഒരാളാണ് എന്ന് പറയാൻ കഴിഞ്ഞ എത്ര ആൾക്കാർ പറയുന്നുണ്ട്? ഒരുമാതിരി ചോദ്യമായി പോയോ? അതെ, ഇതൊക്കെ എങ്ങനെ തുറന്ന് പറയാല്ലേ? ഓക്കെ, നിങ്ങള് ഐഡന്റിറ്റി ഉൾപ്പെടുത്തണ്ട. ദാറ്റ് മീൻസ് നമ്മൾ അങ്ങനത്തെ ആളുകൾ ഉണ്ടല്ലോ. മുബീന ചോറുണ്ടോ? ആര് സർ? മുബീന ഉണ്ടോക്കിയതാ, എന്റെ കുടുംബക്കാരത്തി. ഇത് വന്നിട്ടില്ലേ? ലീവാണ് ആള്, ഓളെ കാണിച്ചു കൊടുക്കണല്ലോ. ലീവ് എടുത്താ പറയാതെ? ഓക്കെ, അപ്പം മൊറാലിറ്റി, ആ മോറൽ ഡെവലപ്മെന്റ് എങ്ങനെയാണ്, അതിന്റെ സ്റ്റേജസ് ആണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഞാൻ ഇങ്ങോട്ട് ചോദിച്ചു തരുമോ, നിങ്ങൾ മൊറാലിറ്റി കീപ്പ് ചെയ്യുന്നത് കേൾക്കണില്ലേ? സൗണ്ട് കേൾക്കണില്ലേ? ഉണ്ട് സർ. ഓക്കെ, മൊറാലിറ്റി കീപ്പ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യണതാണോ, അതല്ല കഷ്ടപ്പെട്ട് ചെയ്യണതാണോ, അതല്ല എന്തെങ്കിലും പേടിച്ച് ചെയ്യണതാണോ, അതല്ല മറ്റാർക്കെങ്കിലും വേണ്ടി, ആരെങ്കിലും കാണാൻ വേണ്ടി ചെയ്യണതാണോ? അഥവാ 1 ഇഷ്ടപ്പെട്ട് ചെയ്യണത്, 2 കഷ്ടപ്പെട്ട് ചെയ്യണത്, 3 പേടിച്ച് ചെയ്യണത്, 4 മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെയ്യണത്. ഈ 4 ഏതായിരിക്കും? 1, 2, 3, 4 4 ഓപ്ഷൻസ്. സിറ്റുവേഷൻ അനുസരിച്ചായിരിക്കും. അതെ, സിറ്റുവേഷൻ അനുസരിച്ചിട്ടാവും. നല്ല ആൻസറാണ്, ഇനി ഒന്നും പറയണ്ട. കാരണം വെച്ചാല് 1 പറഞ്ഞാല് അത് നുണയിപ്പോവും, 2 പറഞ്ഞാല് അല്ലെ അതിൽ ചിലത് ശരിയാവില്ല, 3ഉം 4ഉം ഒക്കെ ഉണ്ട്, ഓരോന്ന് ഓരോ കോലത്തിലായിരിക്കും ഉണ്ടാവുക. റൈറ്റ്. അപ്പം അതാണ് ഇതിൽ പറയുന്നത്. ഓരോ പ്രായത്തിലും എങ്ങനെയാണ് മൊറാലിറ്റി കുട്ടികൾ പഠിക്കുന്നത്, ചെയ്യണത് എന്നൊക്കെയാണ്. അതിലൊന്ന് പ്രുഡൻഷ്യൽ സ്റ്റേജ് ആണ്. ദാറ്റ് മീൻസ് ചിൽഡ്രൻസ് ബിഹേവിയർ ഈസ് റെഗുലേറ്റഡ് ബൈ മീൻസ് ഓഫ് പ്ലഷർ ആൻഡ് പെയിൻ. അഥവാ സന്തോഷം കിട്ടുകയാണെങ്കിൽ അവര് ചിന്തിക്കും, സന്തോഷമാണെങ്കിൽ ഞാനത് ചെയ്യും, സങ്കടമാണെങ്കിൽ അത് ചെയ്യില്ല, അല്ലെങ്കിൽ എനിക്ക് പിന്നെ പെയിൻ വരുമോ അത് ഞാൻ ഒഴിവാക്കാൻ ശ്രമിക്കും. അങ്ങനെ ഒരാൾ നുണ പറയാണ്, അപ്പൊ നമ്മള് തല്ലുമ്പോൾ എനിക്ക് പെയിനായി, അപ്പൊ നുണ പറയാൻ നിർത്തും, അല്ലെ? അങ്ങനെ പ്ലഷറും പെയിനും ബേസ് ചെയ്തിട്ടാണ് കുട്ടികളുടെ ഒരു മോറൽ ഡെവലപ്മെന്റ് ഉണ്ടാകുക എന്നുള്ളതാണ് ഒരു പോയിന്റ്. ഇത് പിന്നെ ഇപ്പൊ മുസ്ലിം കൾച്ചറുള്ള ആളുകളാണെങ്കിൽ ചിലപ്പോൾ കുറച്ച് പെട്ടെന്ന് മനസ്സിലാവുമായിരിക്കും. കാരണം നിസ്കരിക്കടാ എന്ന് പറയുമ്പോൾ നിസ്കരിച്ചില്ലെങ്കിൽ 2 കൊടുക്കുമ്പോൾ വേഗം പോയി നിസ്കരിക്കും, അല്ലെങ്കിൽ വാപ്പാനെ പേടിച്ച് നിസ്കരിക്കും, അങ്ങനത്തെ ആ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇനി അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ളതാണെങ്കിൽ ഇപ്പോ കൃത്യമായിട്ട് വീട്ടിലേക്ക് വരുന്നു, അല്ലെങ്കിൽ അവരുടെ നുണ പറയാ, തെറി പറയാ. കുട്ടികൾ തെറി പറയാതെ നോക്കും വീട്ടിലാവുമ്പോ, കാരണം വീട്ടിൽ നിന്ന് തെറി എങ്ങനെ പറഞ്ഞാല്
അത് ഫാദറോ മദറോ കണ്ടാലും മണ്ടക്ക് കിട്ടുന്നുള്ള പേടികൊണ്ട് അത് പറയാതിരിക്കും. ആം റൈറ്റ്? യെസ് സർ. ഓക്കെ. അതേപോലെ തന്നെ ലേൺ ബിഹേവിയേഴ്സ് ദാറ്റ് ആർ റിവാർഡഡ് ആൻഡ് അവോയ്ഡ് വിച്ച് ആർ പണിഷ്ഡ്. റിവാർഡ് കിട്ടുന്നത് ചെയ്യാനും പണിഷ്മെന്റ് കിട്ടുന്നത് ചെയ്യാതിരിക്കാനും ഒരു ശ്രമിക്കും. അപ്പൊ നിങ്ങൾ ആലോചിച്ചോക്കണേ, നമ്മൾ കുട്ടികളെ കളവ് പറയുമ്പോൾ ആ കളവ് പറയുമ്പോൾ മണ്ടക്കൊന്ന് കൊടുക്കണോ വേണ്ടേ? കൊടുക്കണം. അതാണ് പണിഷ്മെന്റ് നമ്മൾ ഒഴിവാക്കണം എന്ന് പറഞ്ഞാലും സ്കൂളിൽ നിന്ന് കുട്ടി തീരെ ഹോംവർക്ക് ചെയ്യുന്നില്ല അല്ലെങ്കിൽ മറ്റുള്ള കുട്ടികളെ ഉപദ്രവിക്കുകയാണെങ്കിൽ അവിടെ അവര് പണിഷ്മെന്റ് കിട്ടും എന്ന് ഉറപ്പുണ്ടെങ്കിൽ ആ ഒരു ബിഹേവിയർ ഒഴിവാക്കും, അല്ലെ? അവര് മൊറാലിറ്റി കീപ്പ് ചെയ്യും. അപ്പം ആക്ച്വലി അവിടെ പെയിന് കിട്ടും എന്നൊരു ഉറപ്പ് കിട്ടിയാൽ അവരെന്ത് ചെയ്യും? മൊറാലിറ്റിയിലേക്ക് വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഇടക്കൊക്കെ ഓരോന്ന് കൊടുക്കുന്നത് നല്ലതാണ്. അവന് ഈ കുട്ടികളെ തല്ലാൻ പറ്റുമോ ഇല്ല എന്നൊക്കെ ഉള്ളതിൽ ഒരു ഉത്തരമാണ് ഇതിട്ടോ. എന്നാൽ കുട്ടികളെ എല്ലാവരും പോയി മണ്ടക്ക് കൊടുക്കണം എന്നുള്ളതല്ല. ദാറ്റ് മീൻസ് മൊറാലിറ്റിക്ക് വേണ്ടി ഇങ്ങനൊരു സ്ട്രാറ്റജി സൈക്കോളജിയിൽ ഇങ്ങനെ പറയുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇനി അതോറിറ്റേറിയൻ സ്റ്റേജ് ആണ് 2. ഈ പ്രുഡൻഷ്യൽ സ്റ്റേജിൽ പറഞ്ഞു പെയിനും പ്ലഷറും അല്ലെങ്കിൽ റിവാർഡും പണിഷ്മെന്റും വെച്ചിട്ടാണ് അവർ മൊറാലിറ്റി ചെയ്യുന്നത്. അവർ അറിഞ്ഞു ചെയ്യണതല്ല. ഓക്കെ. സത്യം പറഞ്ഞില്ലെങ്കിൽ അല്ലെങ്കിൽ നുണ പറഞ്ഞാൽ ഭയങ്കര തെറ്റാണ്, കുറ്റമാണ്, അല്ലെങ്കിൽ വേറൊരാളുടെ ഒരു സാധനം എടുത്താൽ അതൊരു സാമൂഹിക തിന്മയാണ് എന്നറിഞ്ഞ് ഭയങ്കര മോറലി സൗണ്ട് ആയിട്ട് ചെയ്യണതല്ല. കാരണം എന്റെ ഫ്രണ്ടിന്റെ പെൻസിൽ ഞാൻ എടുത്താൽ ടീച്ചർക്ക് അടി കിട്ടും എന്നൊക്കെ ഒരു പേടി കൊണ്ട് കുട്ടി എടുക്കാതെ. മനസ്സിലായില്ലേ? അപ്പൊ കുട്ടികളിൽ മൊറാലിറ്റി കൊണ്ടുവരാൻ ആദ്യം ഒന്ന് പേടിപ്പിക്കുന്നത് നല്ലതാണെന്ന് മനസ്സിലായോ? കൂടെ റിവാർഡും ഉണ്ട്. നല്ലത് ചെയ്യുമ്പോൾ അവര് റിവാർഡ് കൊടുത്താൽ മതി, അല്ലെ? നല്ലത് ചെയ്യുമ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർക്കുള്ള മിഠായിയോ അല്ലെങ്കിൽ പ്രശംസ കൊടുത്താൽ മതി. അങ്ങനെയും കൊണ്ടുവരാം. എപ്പോഴും തല്ലണമെന്നില്ല. പക്ഷെ രണ്ടും പ്രയോഗിച്ചു നോക്കുക കേട്ടോ. ഇത് 2 അതോറിറ്റേറിയൻ സ്റ്റേജ് ആണ്. ചിൽഡ്രൻ ഫോളോ ദ ഡയറക്ഷൻസ് ഓഫ് എൽഡേഴ്സ്. അഥവാ മുതിർന്നവർ പറയുന്നു, താഴെയുള്ള ആളുകൾ അത് കേൾക്കുന്നു. ദാറ്റ് മീൻസ് ഓക്കെ, എന്റെ മദർ ഉമ്മ പറഞ്ഞുകൊണ്ട് ഞാൻ ചെയ്യുന്നു, അല്ലെങ്കിൽ ഉപ്പ പറഞ്ഞു അത് ശരിയിരിക്കും ഞാൻ അത് ചെയ്യുന്നു, അല്ലെങ്കിൽ ഉസ്താദ് പറഞ്ഞു അല്ലെങ്കിൽ അധ്യാപകൻ പറഞ്ഞു അങ്ങനെ ചെയ്യരുത്, അതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. ഓക്കെ. 2 എൽഡേഴ്സിന്റെ ഡയറക്ഷൻ ആണ്. അപ്പോൾ ആലോചിച്ചൊക്കെ നിങ്ങള് നല്ല ഡയറക്ഷൻസ് കൊടുക്കാൻ എൽഡേഴ്സ് ഉണ്ടെങ്കിലാണ് കുട്ടികൾ നല്ല മോറലി ഡെവലപ്ഡ് ആകുക എന്ന് മനസ്സിലാവുന്നുണ്ടോ? അപ്പം നമ്മുടെ വീട്ടിലുള്ള ഒരു 5 വയസ്സുകാരൻ, നമുക്ക് ഒരു 10 വയസ്സായ കുട്ടിയുണ്ട്, 5 വയസ്സായ കുട്ടിയുണ്ട്, 2 വയസ്സായ കുട്ടി ഉണ്ടെങ്കിൽ ഈ മുതിർന്ന കുട്ടിയോട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു സാധനം എന്താ? ഈ മോറൽ ഡെവലപ്മെന്റിന്റെ കാര്യത്തിൽ മുതിർന്ന കുട്ടികൾക്ക് നമ്മൾ കൊടുക്കേണ്ട നിർദ്ദേശങ്ങൾ എന്താ? നിന്നെ കണ്ട അയാളെ കുട്ടി പഠിക്കുന്നത്. നിന്നെ കണ്ടാ പഠിക്കണത് നല്ല പറഞ്ഞിട്ടുണ്ടേ. അവനെ നല്ലത് പറഞ്ഞു കൊടുക്കേണ്ട ആള് നീയാണെന്നാ പറയേണ്ടത്. നിങ്ങളുടെ സെന്റൻസ് തെറ്റാന്നല്ല പറയുന്നത് കേട്ടോ. എന്താ നിന്നെ കണ്ടാ അതാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സെന്റൻസ്. എന്റെ വീട്ടിലൊക്കെ കേട്ടതാ. കോമൺ ആയിട്ടേ പറയുള്ളൂ. പക്ഷെ എന്താ പറയുക, നമ്മള് നെഗറ്റീവ് ആകുമ്പോൾ അതേ സെന്റൻസ് പറയാം. എടാ എന്നെ കണ്ടുള്ള കുട്ടി പഠിക്കണേന്ന് പറയും കുതിർത്തി കാട്ടുമ്പോ, ഇല്ലേ? അത് നെഗറ്റീവ് സെൻസിൽ ഉപയോഗിക്കലുണ്ട്. നമ്മൾ കൂടുതൽ നെഗറ്റീവ് സെൻസിൽ ഉപയോഗിക്കാറുള്ളത്. പക്ഷെ ഇളയ കുട്ടികൾ ചീത്ത കാര്യമാണ് പെട്ടെന്ന് പഠിക്കുക മൂത്ത ആളെ കണ്ട്. അല്ല തെറ്റായ കാര്യം. കുസൃതി ആയാലും കൂടുതലുള്ളത് നെഗറ്റിവിറ്റിയാണ് കൂടുതലുള്ളത്. അത് അങ്ങനെയാണ്. ഓക്കെ. 3 സോഷ്യൽ സ്റ്റേജ് ആണ് കേട്ടോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കുട്ടികൾക്ക് റിവാർഡ് കൊടുക്കണം, പണിഷ്മെന്റ് കൊടുക്കണം, അല്ലെ? അവർക്ക് അഥവാ പ്ലഷർ കൊടുക്കണം, പെയിൻ കൊടുക്കണം, 2 കൊടുക്കണം. ദെൻ ഒരു എൽഡേഴ്സിന്റെ ഒരു ക്ലിയർ കട്ട് ആയിട്ടുള്ള ഡയറക്ഷൻസ് കുട്ടിക്ക് കിട്ടിക്കൊള്ളണം. അത് എൽഡേഴ്സിന്റെ എന്ന് പറഞ്ഞാൽ അത് ഫാദർ ആൻഡ് മദർ ആവാം, സിബ്ലിങ്സ് ആവാം, കസിൻസ് ആവാം, ടീച്ചേഴ്സ് ആവാം, അല്ലെ? സമൂഹത്തിലുള്ള കുറച്ച് ഉയർന്ന അല്ലെങ്കിൽ നമ്മൾ പണ്ടത്തെ പോലെ തലമുതിർന്ന ആളുകള്, അല്ലെ? ഇപ്പൊ പിന്നെ അങ്ങനെ ഒരു റെസ്പെക്ട് ഇല്ല പൊതുവെ. എങ്കിലും ദെൻ 3 സോഷ്യൽ സ്റ്റേജ് ആണ്. ബിഹേവിയർ ഈസ് ഗവേൺഡ് ബൈ സോഷ്യൽ ആക്സെപ്റ്റൻസ് ഓർ റിജക്ഷൻ. സമൂഹത്തിൽ നല്ലതാണോ ചീത്തയാണോ അത് നോക്കിയിട്ട് നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യാം, അല്ലെ? നമ്മൾ കുറെ കാര്യങ്ങൾ അങ്ങനെ ചെയ്യണത് സമൂഹം തെറ്റാണെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നില്ല, സമൂഹം ശരിയാണെന്ന് പറഞ്ഞാൽ അതെല്ലാവരും ചെയ്യാൻ സാധ്യതയുണ്ട്, ഇല്ലേ? ശരിക്കും സോഷ്യൽ എക്സ്പെക്ടേഷൻ അല്ലേ നമ്മൾ ശരിയും തെറ്റും എന്നൊക്കെ നോക്കുന്നത്? റിലീജിയസ് ആയ ഇത് അവിടെ ഉണ്ട്, അതാണ് നിൽക്കട്ടെ. അതല്ലാണ്ട് നമ്മൾ സോഷ്യൽ അക്സെപ്റ്റൻസ് അല്ലേ നമ്മൾ നോക്കാം. അതെ. പണ്ടത്തെ പല തെറ്റുകളും ഇന്ന് ശരിയായിട്ടില്ലേ? എന്താ പറയാ? പെൺകുട്ടികൾ പണ്ടത്തെ ശരികള് പണ്ടത്തെ തെറ്റ് ഇന്ന് ശരിയായത്
പെൺകുട്ടികള് ഒരുപാടുണ്ട്. പെൺകുട്ടിയുടെ വസ്ത്രം, അവരുടെ പെൺകുട്ടികൾ വിദ്യാഭ്യാസം ഉണ്ട് അല്ലെ, അവർ മുന്നോട്ട് നമ്മളിപ്പോ വരുന്നത്, മിങ്കിളിങ്, ആൺകുട്ടികളും സംസാരിക്കുന്നത്, പെൺകുട്ടികളും മിങ്കിൾ ചെയ്യുന്നത് അല്ലെ, പെൺകുട്ടികൾ പണ്ടല്ലേ ഓപ്പണായി എനിക്ക് ഓർമ്മ കേട്ടോ. സംസാരിക്കുന്നത്. അതെ അതെ, പെൺകുട്ടികൾ ഒപ്പം സംസാരിക്കുന്നത്, അവർ ഡാൻസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ളതൊക്കെ പണ്ടത്തെ തെറ്റുകൾ ഇപ്പൊ ശരിയായി. എനിക്ക് ഓർമ്മ ഉണ്ട്, പിന്നെ എന്റെ ഒരു റിലേറ്റീവ് പണ്ട് ഞങ്ങളൊക്കെ സ്കൂൾ പഠിക്കുന്ന കാലത്ത് സ്കൂളിൽ നിന്ന് അവര് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു, അഥവാ ആൺകുട്ടികളും പെൺകുട്ടികളുമാണ് ഒരുമിച്ച് ഒരു ഫോട്ടോ എടുത്തതിന് സ്കൂളിൽ നിന്ന് പുറത്താക്കി. സ്കൂളിൽ നിന്ന് പുറത്താക്കി. നിങ്ങൾ ഇപ്പത്തെ കാലത്തെ കുറിച്ച് ആലോചിച്ചു കാണി. ഇപ്പൊ അല്ലെങ്കിൽ ചിരി പോന്നു. ഇപ്പൊ ഫോട്ടോ എടുത്തില്ലെങ്കിൽ പുറത്താക്കും അല്ലേ? അതെ, ഡെയിലി എടുക്കല്ലേ. ഇപ്പൊ ഒരാൾ പറയണേ ഞാൻ പെൺകുട്ടിയുടെ ഫോട്ടോ എടുക്കൂല, ഒരു ആൺകുട്ടി പറഞ്ഞാൽ അവനെ പുറത്താക്കാനുള്ള സാധ്യത ഉണ്ട്. പണ്ട് ഫോട്ടോ എടുത്തിട്ട് പുറത്താക്കി, സത്യം പറയണേ, ഞാൻ തള്ളിയതല്ല. അന്നെന്താ പറയാ, നമ്മൾ മറ്റേ ക്യാമറ അല്ലേ, ആ പിന്നെ ഫിലിം ക്യാമറ അല്ലേ, ആ അത് കൊടുത്ത് ഫോട്ടോ എടുത്തിട്ട് സീനായി, ഭയങ്കര പ്രശ്നമായി. ആൺകുട്ടി പുറത്താക്കി, പെൺകുട്ടികളെ എല്ലാവരും പുറത്താക്കി. എവിടെ അതൊന്നും പറഞ്ഞില്ല, ഇതൊക്കെ രഹസ്യമാണ്, ചോദിക്കരുത്. സാർ പേഴ്സണലി ശരിക്കും തള്ളിയതാണോ? അല്ല, തള്ളിയതല്ല, സത്യം. എന്നാ കുഴപ്പമില്ല, ഓക്കെ. എന്റെ നാട്ടിലാ ഞാൻ പഠിച്ച സ്കൂളിലാ. മങ്കടയോ? യാശുവാൻ. പണ്ട് ലവ് ലെറ്റർ കൊടുത്താലൊക്കെ പുറത്താക്കി. പണ്ട് ലവ് ലെറ്റർ കൊടുത്താലൊക്കെ പുറത്താക്കി. ഇപ്പൊ അതൊക്കെ അതൊന്നും ഓർമ്മിപ്പിക്കല്ലേ. സാറ് പഴയ ഓർമ്മകളിലേക്ക് പോണു. അതെ, വെറുതെ നൊസ്റ്റാൾജിക് ആവാൻ വേണ്ടിട്ട് നമ്മൾ 4ാമത്തെ പോയിന്റിലേക്ക് പോവാ. പേഴ്സണൽ സ്റ്റേജ്. ഓക്കെ, സോഷ്യൽ സ്റ്റേജ്. നമ്മൾ പ്രുഡൻഷ്യൽ സ്റ്റേജ് പറഞ്ഞു, അതോറിറ്റേറിയൻ സ്റ്റേജ് പറഞ്ഞു, സോഷ്യൽ സ്റ്റേജ് പറഞ്ഞു. ദെൻ പേഴ്സണൽ സ്റ്റേജ് ആണ്. പേഴ്സണൽ സ്റ്റേജിൽ ഇൻഡിവിജ്വൽസ് ബിഹേവിയർ ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഹിസ് കോൺവിക്ഷൻ ഓഫ് ഹൈ മോറൽസ് ആൻഡ് എത്തിക്സ്. ഒരു കുട്ടിക്ക് തോന്നുകയാണ് ഇതാണ് ശരി, അഥവാ എന്റെ ധാർമ്മികത അല്ലെ, എന്റെ ശരീരം എന്റെ ശരികൾ എന്നൊക്കെ പറഞ്ഞത് ഒരു മോട്ടോ, ഒരു അങ്ങനെ സെന്റൻസ് അല്ലേ. ഇപ്പൊ ഈ പിന്നെ കൗമാരക്കാരൊക്കെ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, കൃത്യമായിട്ട് ഓർക്കണില്ല. എന്റെ ശരീരം എന്റെ സന്തോഷം, അങ്ങനത്തെ ഒരു സാധനം ഉണ്ട്. അതിന് വേറെ ആരും അഭിപ്രായം പറയണ്ടെന്നാണ് ഇതിൽ പറയണത്. അതോ ഞാൻ എങ്ങനെ ഡ്രസ് ചെയ്യണം, ഞാൻ എന്ത് കാണണം, ഞാൻ എവിടെ പോകണം എന്നുള്ളത് എന്റെ തീരുമാനം എന്നാണോ? എന്താണ് കൃത്യം ഓർമ്മയിട്ടില്ല. സോ അത് ഞാൻ തീരുമാനിച്ചോളാം, നിങ്ങളാരും തീരുമാനിക്കണ്ട എന്നുള്ള ആ ഒരു മോട്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് കുട്ടികൾ എന്നുള്ള. സോ പേഴ്സണൽ സ്റ്റേജിൽ ദേ വിൽ ബി കറേജിയസ് ഇൻ ഹിസ് കോൺവിക്ഷൻസ്. തന്റെ വിശ്വാസങ്ങൾ എവിടെയും പറയാൻ, അല്ലെങ്കിൽ ഞാൻ ഇതാണ് എന്റെ ശരി എന്ന് പറയാൻ അവര് ധൈര്യം കാണിക്കുന്നുള്ളതാണ് 4ാമത്തെ പേഴ്സണൽ സ്റ്റേജ്. അപ്പോ പ്രുഡൻഷ്യൽ സ്റ്റേജ്, അതോറിറ്റേറിയൻ സ്റ്റേജ്, സോഷ്യൽ സ്റ്റേജ് ആൻഡ് പേഴ്സണൽ സ്റ്റേജ്. ഇനി ജീൻ പിയാഷെ. ഓക്കെ, ജീൻ പിയാഷെ, പിയാജറ്റ് എന്നൊക്കെയാണ് ഇത് കാണുട്ടോ. ജീൻ പിയാഷെ അദ്ദേഹം തിയറി ഓഫ് മൊറാലിറ്റി പറഞ്ഞതാണ്. അദ്ദേഹത്തിന്റെ കൂടെ ലോറൻസ് കോൾബർഗ് കൂടിയിട്ടുണ്ട്. സോ ജീൻ പിയാഷെ 2 തരം മോറൽസിനെ പറയാണ്, മോറൽ റിയലിസം ആൻഡ് മോറൽ റിലേറ്റിവിസം. ഓക്കെ, 2 ടേംസിനെ അദ്ദേഹം പരിചയപ്പെടുത്താണ്, മോറൽ റിയലിസം ആൻഡ് മോറൽ റിലേറ്റിവിസം. എന്താണ് മോറൽ റിയലിസം? ഇതിന്റെ എക്സാമ്പിൾ കേട്ടാൽ പെട്ടെന്ന് മനസ്സിലാവും. അഥവാ കുട്ടിയിലെ കണ്ടതിൽ നിന്ന് മാത്രം, അഥവാ റിയൽ ആയിട്ട് എന്താണോ, റിയൽ മീൻസ് എന്താണ് കുട്ടി എക്സ്പീരിയൻസ് ചെയ്തത്, കണ്ടത്, അതിൽ നിന്ന് മൊറാലിറ്റി കാണുക എന്നുള്ളതാണ്. അപ്പം യങ് ചിൽഡ്രൻ ഇന്റർപ്രറ്റ് മോറൽസ്. ചെറിയ കുട്ടികൾ എങ്ങനെയാണ് മോറൽസിനെ ഇന്റർപ്രറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, ലുക്ക് അറ്റ് ദ മെറ്റീരിയൽ സൈഡ് ഓഫ് ആക്ഷൻ. അവരെന്താ ചെയ്യുള്ളൂ, മെറ്റീരിയൽ സൈഡ് എന്ന് മാത്രം നോക്കുള്ളൂ. അഥവാ ഇതിന്റെ എക്സാമ്പിൾ നോക്കുക, നിങ്ങള് 2 കുട്ടികൾ കേട്ടോ. ഒന്ന് എമ്മനെ എല്ലാം പരിചയം ഉണ്ടാവില്ല. ഇപ്പൊ എന്താ എമ്മ മാട്രസ്. ഇതില് എമ്മ മാട്രസിനെ പറ്റി കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഇന്നെന്താ കുറെ ആളുകൾ ആക്റ്റീവ് അല്ലല്ലോ. 1-2 ആളുകൾ ഉണ്ടാവേണ്ട ക്ലാസ് ഇങ്ങനെ മുന്നോട്ട് പോകണം. കുറെ ആള് പാസ്. ശരിക്കും മീറ്റ് എത്ര പേരുണ്ട് ഇപ്പോ? 9 പേര്. 9 പേരാ?
കുറെ ഗ്യാലറിയിൽ ഒരു 8 മാത്രം പേര്. കളിയാണ്. ഓക്കെ, എമ്മ എന്നുള്ള വാക്ക് കേൾക്കാത്ത എമ്മ മാറ്റസിനെ അറിയാത്ത എന്റെ ഒരു ഫ്രണ്ടിനെ ഇന്ന് രാവിലെ കണ്ടിയാണ്. അപ്പൊ ഗൾഫിൽ നിന്നാണ്. അപ്പൊ ഞാൻ അവനിങ്ങനെ ബെഡ് വാങ്ങുന്ന കുറിച്ച് പറഞ്ഞപ്പോഴേ എമ്മ വാങ്ങണോ ചോദിച്ചു. അപ്പൊ ചോദിച്ചു എന്ത് ചോദിച്ചു, എമ്മ മാറ്റസിനെ കുറിച്ച് എനിക്ക് അറിയില്ലേ? ഇല്ല, കേട്ടിട്ടില്ല. ഇത്ര കാലം സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് കേട്ടിട്ടില്ല ചോദിച്ചു. കേട്ടിട്ടില്ല എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ജസ്റ്റ് ഗൂഗിളിൽ നിന്ന് MMA എന്ന് അടിച്ചു കൊടുത്താൽ മതി, പിന്നെ എനിക്ക് ഇഷ്ടംപോലെ പരസ്യം വരുന്നുണ്ട് അല്ലേ? നിങ്ങൾ കാണാറില്ലേ പരസ്യം? ഇഷ്ടംപോലെ കോഴിമുട്ടിയും കാടമുട്ടിയും നിരത്തിയിട്ട് സാറിന്റെ ഫ്രണ്ട് ഇതുവരെ കണ്ടില്ല. ഇല്ല, ഞാൻ അങ്ങനെ അത്ഭുതപ്പെട്ടു. ഈ ഇതിനെ കാട്ടി അമ്മ കണ്ടില്ലേ? സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നതാണ്, പക്ഷെ എന്താ അറിയില്ല. സോ എനിവേ, പിന്നെ ചിൽഡ്രൻ അപ്പൊ ഇവിടെ എമ്മ അതുപോലെ ജോൺ 2 കുട്ടികളാണ് കേട്ടോ. അപ്പൊ എമ്മ ആക്ച്വലി ബ്രേക്സ് 2 ഗ്ലാസ് വൈൽ ഹെൽപ്പിംഗ് മദർ. അഥവാ അമ്മയെ സഹായിക്കുന്ന കൂട്ടത്തില് എമ്മന്റെ കയ്യിൽ നിന്ന് 2 ഗ്ലാസ് പൊട്ടി. ഓക്കെ, സാധാരണ എമ്മ മാറ്റർ ഒന്നും പൊട്ടിക്കൂല എന്നാണ്. ഇവിടെ എമ്മ എന്നുള്ള കുട്ടി പൊട്ടിച്ചു. ജോൺ ബ്രേക്ക് 1 ഗ്ലാസ് വൈൽ പ്ലേയിങ് ഇൻ ദ കിച്ചൺ. ജോൺ ആണെങ്കിലോ പന്ത് കളിക്കണ കിച്ചണിൽ പോയിട്ട് അങ്ങനെ അവന്റെ ഭാഗം 1 ഗ്ലാസും പൊട്ടി. ഇതിൽ ആരാണ് ഏറ്റവും വലിയ തെറ്റ് ചെയ്തത്? എമ്മയാണോ ജോൺ ആണോ? ജോൺ. നമ്മൾ പറയും ജോൺ, കാരണം പക്ഷെ അപ്പൊ ജോൺ ഒന്നല്ലേ പൊട്ടിച്ചുള്ളൂ, എമ്മ 2 പൊട്ടിച്ചില്ലേ? പക്ഷെ എമ്മ നല്ല എന്താ പറയാ അമ്മനെ ഹെൽപ്പ് ചെയ്യുന്നതിന്റെ ഇടയില് പൊട്ടിയതല്ലേ. പക്ഷെ യങ് മൈൻഡിന് അത് മനസ്സിലാവില്ല എന്നുള്ളതാണ്. യങ് മൈൻഡ് ചിന്തിക്കുക, ഓ 2 പൊട്ടിച്ചില്ലേ, ഞാൻ ഒന്നല്ലേ പൊട്ടിച്ചുള്ളൂ, അമ്മ എന്തിനാ എന്നെ തച്ചതെന്നാ ചോദിക്കുക. മനസ്സിലായോ? അപ്പൊ കുട്ടികളെ നമുക്ക് ഇതിന്റെ റിയാലിറ്റി മനസ്സിലായി, അതിന് പിന്നിലുള്ള റിയൽ എന്താന്ന് മനസ്സിലായി. പക്ഷെ നമ്മുടെ കുട്ടികള് അത് കാണാതെ നമ്മോട് ആർഗ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു അത് അങ്ങനെയല്ല, അത് വലിയ കുട്ടിയല്ലേ, അല്ലെങ്കിൽ ഈ ഒന്ന് കഴിച്ചതല്ലേ, അതുകൊണ്ടാണ് എനിക്ക് 2ാമത് മിഠായി തരാത്തെ എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യും, പറഞ്ഞു നോക്കും. പക്ഷെ അവർക്കൊന്നും പറ്റില്ല. ഓന് കിട്ടിയില്ലേ എനിക്ക് തന്നിട്ടില്ല, ഓന് വാങ്ങി കൊടുത്തില്ലേ എനിക്ക് വാങ്ങിയിട്ടില്ല. അല്ലെ? നമ്മളിപ്പോ ഈ പുതിയ ഡ്രസ്സ് അല്ലെങ്കിൽ ചെരുപ്പ് വാങ്ങുമ്പോ മൂത്താക്ക് ചിലപ്പോ അല്ലെങ്കിൽ ഇളയാൾക്ക് ഇപ്പൊ അടുത്ത് വാങ്ങിയിട്ടുണ്ടാവുള്ളൂ, ഓനെ കേറിട്ടുണ്ടാവില്ല. അപ്പൊ മൂത്താക്ക് വാങ്ങാൻ പോകുമ്പോൾ ഇളയാൾ പറയും എനിക്കും ചെരുപ്പ് വേണമെന്ന്. ഓന് വാങ്ങി കൊടുത്തില്ല, അപ്പൊ എനിക്ക് വേണോ? അപ്പൊ പറയും കടാ പിന്നെ ഇപ്പുറത്ത് വാങ്ങിയിട്ടില്ലുള്ളൂ. അല്ലെങ്കിൽ ഒരാൾക്ക് പിന്നെ സ്കൂൾ പ്രോഗ്രാമാ, അപ്പൊ ഓന് സ്കൂൾ പ്രോഗ്രാം ഉണ്ട് അതുകൊണ്ടല്ലേ വാങ്ങണത്, എനിക്ക് പ്രോഗ്രാം ഇല്ലല്ലോ, അങ്ങനൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഓന് വാങ്ങിയില്ലേ എനിക്ക് വേണം, ഇല്ലേ? അങ്ങനെ നീതിയെ പറ്റി പറഞ്ഞ അങ്ങനെ കണ്ടില്ലേ? കുട്ടികളെ കണ്ടിട്ടില്ലേ? ഓക്കെ, അതാണ് മോറൽ റിയലിസം. ഓക്കെ, അവർക്ക് റിയൽ ആയിട്ട് അവരിങ്ങനെ കാണുന്നതിന് മാത്രമാണ് അവര് വിശ്വസിക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ ചിൽഡ്രൻ ലുക്ക് അറ്റ് ദ കോൺസിക്വൻസസ് റാദർ ദാൻ ദ ഇന്റൻഷൻ. അഥവാ അതിന്റെ ലക്ഷ്യം എന്താണെന്ന് അവർ നോക്കൂല. നമുക്കൊരു ഇന്റൻഷൻ ഉണ്ടാവും അല്ലെ, ഇന്റൻഷൻ നോക്കൂല, പക്ഷെ കോൺസിക്വൻസിലേക്കാണ് അവർ നോക്കുക. ഓന് വാങ്ങിയില്ലെങ്കിൽ എനിക്കും കിട്ടണം, ഓന് 1 അടി കിട്ടിയുള്ളൂ എനിക്ക് 2 കിട്ടിയത്. അവിടെ ഒരുത്ത സ്ഥിരം വികൃതികരം, മറ്റവൻ ആദ്യമായിട്ട് വികൃതി ചെയ്തിരിക്കാം. അപ്പൊ സ്ഥിരം വികൃതിക്ക് നമ്മൾ 2 കൊടുക്കും, ആദ്യമായിട്ട് വികൃതിയായിട്ടേക്ക് 1 കൊടുത്തിട്ടുണ്ടാവുള്ളൂ. സോ അതൊന്നും പറ്റില്ല. ഒരു എല്ലാവർക്കും അങ്ങനെ ആ ഒരു അവിടെ മൊറാലിറ്റി കീപ്പ് ചെയ്തിട്ടില്ല എന്നാണ് അവര് കരുതുക. അതാണ് മോറൽ റിയലിസം. ഓക്കെ, ഇനി മോറൽ റിലേറ്റിവിസം ആണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ എക്സ്പീരിയൻസ്, നമ്മുടെ പേഴ്സണൽ പേഴ്സ്പെക്റ്റീവ്, അതിന്റെ ശരിയും തെറ്റും നോക്കി നമ്മൾ മൊറാലിറ്റിയെ കാണുന്നതാണ്. ജഡ്ജ്മെന്റ്സ് ആൻഡ് വാല്യൂസ് ആർ നോട്ട് അബ്സല്യൂട്ട് ബട്ട് ആർ ഷേപ്ഡ് ബൈ കൾച്ചർ. നമ്മുടെ സംസ്കാരത്തിൽ നിന്നും നമ്മുടെ സോഷ്യൽ ആൻഡ് പേഴ്സണൽ പേഴ്സ്പെക്റ്റീവ് നിന്നൊക്കെ നമ്മളൊരു മൊറാലിറ്റിയെ അല്ലെങ്കിൽ ജഡ്ജ്മെന്റിനെ ഉണ്ടാക്കുന്നതാണ് മോറൽ റിലേറ്റീവ്സ്. നമ്മൾ റിലേറ്റ് ചെയ്ത് നോക്കും, അതും ഇതും ഒരേപോലെയാണോ നമുക്ക് റിലേറ്റ് ചെയ്ത് നോക്കുന്നതാണ് മോറൽ റിലേറ്റീവിസം. ഓക്കെ, സോ ബൈ 11 and 12 years do children capable of moral relativism. ഒരു 11 വയസ്സൊക്കെ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ടീനേജിലേക്കൊക്കെ കടക്കുന്ന ആ സമയത്തൊക്കെ കുട്ടികൾക്ക് ഈ മോറൽ റിലേറ്റീവിസം മനസ്സിലാവുള്ളൂ എന്നുള്ളതാണ്. അതുവരെ അവർ ഒരു പക്ഷേ മോറൽ റിയലിസത്തിലാണ് ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പൊ LP UP കാലയളവിലൊക്കെ ഒരു പക്ഷേ അവർ എന്തായിരിക്കും, പ്രത്യേകിച്ച് LP കാലയളവിലൊക്കെ അവരൊരു മോറൽ റിയലിസത്തിലാണ് ഉണ്ടാവുക. ഒരു UP ഹൈസ്കൂൾ ലെവലിലേക്ക് എത്തുമ്പോൾ അവരെന്ത് ചെയ്യും, മോറൽ റിലേറ്റീവ്സത്തിലേക്കൊക്കെ എത്തിക്കും. കുറച്ചുകൂടി മെച്യൂർഡ് ആയ ഒന്നാണ്. ഇനി കോൾബർഗ്. ഓക്കെ, കോൾബർഗിന്റെ ചില സ്റ്റേജസ് ഉണ്ട് തിയറി ഓഫ് മോറൽ ഡെവലപ്മെന്റ്. അപ്പൊ മോറൽ ഡെവലപ്മെന്റ് തിയറി 2 പേരാണ് ഇതിന് പറയുന്നത്. ഒന്ന് ജീൻ പിയാഷെ, 2 കോൾബർഗ്. ഓക്കെ, ഈ പേരുകൾ മറക്കരുത് കേട്ടോ. ജീൻ പിയാഷെ മറക്കരുത്, കോൾബർഗ് മറക്കരുത്. So he developed a moral development theory based on Piaget's general theory of cognitive development. പിയാഷെന്റെ ഒരു കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറിനെ അതിന് കടമെടുത്തുകൊണ്ട് അല്ലെങ്കിൽ അതിന് ഡെവലപ്പ് ചെയ്തതാണ് കോൾബർഗിന്റെ തിയറി. He emphasizes looking at things from others' point of view.
സോ ഹോൾബർഗ് എംഫസൈസ് ചെയ്യുന്നത്, ഊന്നി പറയുന്നത് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ലുക്കിംഗ് അറ്റ് തിങ്സ് ഫ്രം അതേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ, അല്ലെ? ശരിക്കും നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂ ഉണ്ട്, അതേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ ഉണ്ട്. ഈ രണ്ട് വ്യൂവിൽ നമ്മൾ കാര്യങ്ങൾ കാണണം എന്നുള്ളതാണ്. അത് കാണാത്തതിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ലൈഫിലൊക്കെ ഉണ്ടാവാറുണ്ട്. നമ്മളെപ്പോഴും നമ്മുടെ പെർസ്പെക്റ്റീവ് നിന്ന് മാത്രം നോക്കുമ്പോൾ അത് ശരിയായിരിക്കാം അല്ലെങ്കിൽ തെറ്റായിരിക്കാം. സോ ജസ്റ്റ് ചേഞ്ച് യുവർ പൊസിഷൻ ആൻഡ് ജസ്റ്റ് സീ ദ തിങ് ഫ്രം അതേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ, അല്ലെങ്കിൽ സെക്കൻഡ് പേഴ്സൺസ് പോയിന്റ് ഓഫ് വ്യൂ. അങ്ങനെ പറയാറുണ്ട്. ഈ പ്രത്യേകിച്ച് നമുക്ക് എന്താ പരാതികള്, പരിഭവങ്ങള് ഇങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ, കുറ്റപ്പറച്ചില്, ഇതൊക്കെ ഉണ്ടാവുമ്പോ നമ്മൾ നമ്മുടെ പെർസ്പെക്റ്റീവ് നിന്നായിരിക്കും ഒരു കുറ്റം ഉണ്ടാവുക. അപ്പൊ നമ്മൾ ശരിക്ക് മറ്റൊരു പെർസ്പെക്റ്റീവ് ഒന്നും അവിടെ ചിന്തിച്ചു നോക്കാൻ പറഞ്ഞാൽ മതി. നമ്മളൊരു ഒരു കുടുംബക്കാരന്റെ പെർസ്പെക്റ്റീവ് നിന്ന്, അയൽവാസിന്റെ പെർസ്പെക്റ്റീവ് നിന്ന്. ഇപ്പൊ ഒരു ഉദാഹരണം പറയട്ടോ. ഇപ്പൊ നിങ്ങളെ വീട് കുറച്ച് ഉള്ളിലാണ്, പുറത്ത് നിങ്ങളുടെ ഒരു എളാപ്പാന്റെ അല്ലെങ്കിൽ മൂത്താപ്പാന്റെ ഒക്കെ വീടാണ്. അവർക്ക് മെയിൻ റോഡിന് മുന്നിലാണ്, അവർക്ക് വേറെ റോഡിന്റെ ആവശ്യമില്ല. നിങ്ങളെ വീട്ടിൽ റോഡ് കൃത്യമായിട്ടില്ല. ഓക്കെ, അപ്പൊ നിങ്ങളെ എളാപ്പാന്റെ വഴിന്റെ അവിടെ നിങ്ങൾക്ക് കുറച്ച് ഒരു ഇടുങ്ങിയ വഴിയാണ്, ഒരു ഓട്ടോക്ക് ഇങ്ങനെ വരാനുള്ള വഴിയേ ഉള്ളൂ. പക്ഷെ നിങ്ങൾക്ക് അത് റോഡ് പോരാ തോന്നും. കാരണം എന്താ, നിങ്ങൾക്ക് കാറ് കൊണ്ടുവരണം, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് വലിയ വണ്ടി കൊണ്ടുവരണം. അപ്പൊ അത് റോഡ് പോരാ തോന്നും. പക്ഷെ എളാപ്പ സമ്മതിക്കൂല. എളാപ്പ പറയും അവർക്ക് ഓട്ടോറിക്ഷ പോവല്ലോ, അത് അപ്പൊ റോഡുണ്ടല്ലോ, വണ്ടി പോകണ്ടല്ലോ, ഒരു വണ്ടി പോകാത്ത പ്രശ്നമൊന്നുമില്ലല്ലോ, അവർക്ക് അത് മതിയല്ലോ എന്ന് പറയും. പക്ഷെ നിങ്ങൾ പറയും റോഡ് കുറച്ചുകൂടി വീതി കൂട്ടണം, കുറച്ചുകൂടി സ്ഥലം അവിടെ കിട്ടണം എന്നൊക്കെ പറയും. ഇവിടെ നിങ്ങൾ പറയുന്ന പോയിന്റ് നിങ്ങൾക്ക് ശരിയാണ്, അവര് പറയുന്ന പോയിന്റ് അവർക്ക് ശരിയായിരിക്കും, അല്ലേ? ഇനി അവിടെ റോഡ് വീതി കൂടുതലാണ് യഥാർത്ഥത്തിൽ ന്യായം. കാരണം ഓട്ടോ മാത്രം പോയാൽ പോരാ, എല്ലാ വണ്ടി പോകണം. അപ്പൊ ആ എളാപ്പ് എന്ത് ചെയ്യണം, നിങ്ങളെ പെർസ്പെക്റ്റീവ് ചിന്തിക്കണം. അപ്പൊ എന്ത് ചെയ്യും, ആൾക്ക് മനസ്സിലാവും ഇവിടെ റോഡ് വീതി കൂടേണ്ട ആവശ്യമുണ്ട്. അപ്പൊ നിങ്ങൾ ഒരു പ്രശ്നം പരിഹരിക്കാൻ പോകുമ്പോ, അല്ലെങ്കിൽ നിങ്ങളെ ലൈഫിലെ പ്രശ്നം വരുമ്പോ നമ്മുടെ പെർസ്പെക്റ്റീവിൽ മാത്രം ചിന്തിക്കുമ്പോൾ ആ പ്രശ്നത്തിന് പരിഹാരം കിട്ടൂല. മനസ്സിലായോ? നമ്മുടെ എതിരായി നിൽക്കുന്ന ഒരാള്, അല്ലെങ്കിൽ നമ്മുടെ മക്കള്, അല്ലെങ്കിൽ ഹസ്ബൻഡ്, അല്ലെങ്കിൽ വീട്ടുകാര്, അല്ലെങ്കിൽ അമ്മായിമ്മ, അവരുടെ പെർസ്പെക്റ്റീവിൽ നിന്നും കൂടി ഒരു കാര്യത്തെ നോക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നമ്മളൊരു വലിയ പ്രശ്നമാണെന്ന് ചിന്തിക്കുന്നത് ഒരു ചെറിയ പ്രശ്നമായി മാറിയേക്കാം. പോയിന്റ് മനസ്സിലായോ? അഥവാ നിങ്ങള് വീട്ടിൽ നിന്ന് വന്നിട്ട് ഒരു മാസമായി, വിരുന്ന് പോട്ടെ എന്ന് ചോദിക്കുകയാണ്. അമ്മായിമ്മ പറയാണ് അടുത്ത ആഴ്ച കഴിഞ്ഞിട്ട് പോവാം, അടുത്ത ആഴ്ച എന്തോ ഒരു സംഭവം ഉണ്ട്, അത് കഴിഞ്ഞിട്ട് പോവാം. അപ്പൊ നിങ്ങളെ പെർസ്പെക്റ്റീവിൽ നിങ്ങൾ വന്നിട്ട് കുറെ ദിവസമായി എനിക്ക് വിരുന്ന് പോയേ പറ്റുള്ളൂ. അമ്മായിമാരുടെ പെർസ്പെക്റ്റീവിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഇവിടെ വീട്ടിൽ വേറെ ആരും ഇല്ല, അപ്പൊ കാര്യങ്ങൾ സുഖമായി നടക്കൂല, അതുകൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പോകാലോ എന്നുള്ളതായിരിക്കാം. അപ്പൊ നിങ്ങളുടെ പെർസ്പെക്റ്റീവിലാകുമ്പോൾ നിങ്ങൾക്ക് സങ്കടം വരും, ദേഷ്യം വരും, അല്ലെ? പിന്നെ പാത്രങ്ങൾ വെക്കുന്ന പാത്രത്തിന്റെ സ്പീഡ് കൂടും, കത്തിക്കുന്ന പിന്നെ നമ്മളെ തോക്കില്ലേ, നമ്മളെ ഗ്യാസിന്റെ അതിനൊക്കെ സൗണ്ട് കൂടും, ഒക്കെ കൂടും. എന്നാൽ അമ്മായിമാരുടെ പെർസ്പെക്റ്റീവിൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ശരിയാണ്, ഒരാഴ്ച കൂടി കഴിഞ്ഞിട്ട് സമാധാനമായിട്ട് പോവാം, അല്ലെങ്കിൽ ഇവിടെ ആളില്ലല്ലോ അതുകൊണ്ടാണ് പറയുന്നത് മനസ്സിലാവും. സോ ട്രൈ ടു സീ ഫ്രം അതേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ ടു. പോയിന്റ് മനസ്സിലായോ? ഓക്കെ. അപ്പൊ ഇനി ഇടയ്ക്കൊന്നും അങ്ങനെ ചിന്തിക്കാനുണ്ടാവും. നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാല് ആരെങ്കിലും ഒരു മറ്റുള്ളവരുടെ പെർസ്പെക്റ്റീവിൽ നിന്ന് ചിന്തിച്ചുകൊണ്ട് ഒരു വലിയ പ്രശ്നം ചെറിയ പ്രശ്നമായിട്ടൊക്കെ ഫീൽ ചെയ്താൽ നിങ്ങളത് നമുക്ക് ഫീഡ്ബാക്ക് തരണം, റിവ്യൂ തരണം. സർ ഇങ്ങനെ ലൈഫിൽ ഇങ്ങനെ ഉണ്ടായി, അപ്പൊ ഞാൻ എന്റെ പെർസ്പെക്റ്റീവ് നിന്ന് മാറി ഞാൻ അദ്ദേഹത്തിന്റെ പെർസ്പെക്റ്റീവ് നിന്ന് മാറി ചിന്തിച്ചു, അപ്പൊ എനിക്കത് അത്ര ഒരു ഗൗരവം ഫീൽ ചെയ്തില്ല, അല്ലെങ്കിൽ ഞാൻ കുറച്ച് റിലാക്സ്ഡ് ആയി എന്ന് തോന്നുകയാണെങ്കിൽ ഗ്രൂപ്പിലോ പേഴ്സണലോ ഒക്കെ ഒന്ന് പറയുകയാണെങ്കിൽ ദാറ്റ് വുഡ് ബി മൈ ഹാപ്പിനെസ് ടു. ഓക്കെ. സോ 3 ലെവൽസ് ഓഫ് മോറൽ ഡെവലപ്മെന്റ് ആണ് കോൾബർഗ് പറയുന്നത്. പ്രീ കൺവെൻഷണൽ ലെവൽ, കൺവെൻഷണൽ ലെവൽ, പോസ്റ്റ് കൺവെൻഷണൽ ലെവൽ. ഓക്കെ. നമുക്ക് ഭയങ്കര നമ്മുടെ വിശ്വാസം ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മളെ വിശ്വാസിയായിരിക്കും. അതുപോലെ തന്നെ അതിന്റെ ഒരു പോസ്റ്റ്, അതല്ലെങ്കിൽ അതിന്റെ ഒരു ശേഷം. വിശ്വാസി മീൻസ് ആ ഒരു 3 സ്റ്റേജസ് പറഞ്ഞതാണ്. സോ പ്രീ കൺവെൻഷൻ ലെവലിൽ പറയുന്നത് 4 to 10 വയസ്സ് വരെയാണ്, ഏകദേശം ഒരു LP UP ആ ലെവലിൽ വരുന്ന കുട്ടികൾ. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ഡിസൈർ ടു അവോയ്ഡ് പണിഷ്മെന്റ് ആൻഡ് ഗെയിൻ റിവാർഡ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ പിയാഷേയുടെ തിയറി പറഞ്ഞ അതേപോലെ തന്നെയാണ്. ശരിക്കും 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾ എന്തെങ്കിലും നന്മ ചെയ്യുകയാണെങ്കിൽ ഒന്നുകിൽ പണിഷ്മെന്റ് ഒഴിവാക്കാനായിരിക്കണം, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും റിവാർഡ് അവർ ആഗ്രഹിച്ചിട്ട്. സോ ദർ ഇസ് നോ ഇന്റേണലൈസേഷൻ ഓഫ് മോറൽ സ്റ്റാൻഡേർഡ്. ഒരിക്കലും മനസ്സറിഞ്ഞ് തെറ്റും ശരി മനസ്സിലാക്കി അത് ഉൾക്കൊണ്ടിട്ടല്ല 10 വയസ്സ് വരെയുള്ള കുട്ടികൾ ധാർമ്മികത കീപ്പ് ചെയ്യുന്നത്.
അഥവാ LP സ്കൂളത്തെ കുട്ടികൾ തെറി പറയാതിരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം എന്താ? പേടിച്ചിട്ട്. ഒഴിവാക്കാൻ. ടീച്ചറൊക്കെ പൊട്ടും എന്ന് പേടിച്ചിട്ട് തന്നെയാണ്. ഇനി കൺവെൻഷണൽ ലെവലാണ് 10 to 13 ആ ഒരു പ്രീ അഡോളസെന്റ് പീരീഡിന്റെ ഒക്കെ ഒരു സമയം. സോ ചിൽഡ്രൻ ഐഡന്റിറ്റി ദ റൈറ്റ് ആൻഡ് റോങ് ഐഡന്റിഫൈ ഐഡന്റിറ്റി എന്നല്ല, ദ റൈറ്റ് ആൻഡ് റോങ് ഫ്രം പാരന്റ്സ്. നല്ലോണം സൂക്ഷിച്ചോട്ടോ. കുട്ടികള് ശരിയും തെറ്റും മനസ്സിലാക്കും ഫ്രം പാരന്റ്സ്. പാരന്റ്സ് എന്ന് ശരിയും തെറ്റും മനസ്സിലാക്കും. വെരി 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 ഡേഞ്ചർ ആണ്. എന്തുകൊണ്ടാണ് ഡേഞ്ചർ എന്ന് പറയാൻ കാരണം നിങ്ങൾക്ക്? പാരന്റ്സ് എന്ന് മനസ്സിലാക്കുന്നോണ്ട് നമ്മള് ബിഹേവ് ചെയ്യേണ്ടത് ആ പ്രായത്തിലുള്ള കുട്ടികളുടെ അടുത്ത് കുറച്ചും കൂടി ഡേഞ്ചർ റിസ്കി ആയിട്ട്. തീർച്ചയായിട്ടും നമ്മുടെ ബിഹേവിയർ കുട്ടികൾ എന്ത് ചെയ്തറിയോ വളരെ കൃത്യമായി വാച്ച് ചെയ്യും. നമ്മുടെ സംസാരം, നമ്മുടെ കാഴ്ചപ്പാടുകള്. എന്നിട്ട് ഒരു തമാശ പറയാം, ഒരു രസകരമായ കാര്യം. ഒരു 12 വയസ്സായ ഒരു കുട്ടിനെ നിങ്ങള് ഒരു ബസ്സിൽ പോവാണ്. ബസ്സിൽ പോകുമ്പോ 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കണ്ട. ഓക്കെ, നമ്മുടെ കുട്ടിക്ക് 12 വയസ്സായിക്കണേ. അപ്പൊ കണ്ടക്ടർ ഇങ്ങനെ ടിക്കറ്റ് എടുക്കാൻ വരുമ്പോ നിങ്ങളും നിങ്ങളുടെ ഹസ്ബൻഡും അല്ലെങ്കിൽ നിങ്ങളും വലിയ കുട്ടിയുണ്ട്, വലിയ കുട്ടിക്ക് 18 വയസ്സായിരുന്നു സങ്കല്പിക്കുക. പിന്നെ ഈ 12 വയസ്സായ മോനെ അല്ലെങ്കിൽ മോളുണ്ട്. ഇവർ 2 ടിക്കറ്റ് എടുക്കുമോ 3 ടിക്കറ്റ് എടുക്കുമോ? 3.5. അല്ലെ, ആരൊന്നും ഇല്ല സങ്കല്പിക്കുക. 2ഓ 3ഓ ആണ്. 2 ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ വലിയ കുട്ടിക്കുള്ള എടുത്തു, ഈ കുട്ടിയെ എടുത്തിട്ടില്ല. 3 എടുത്താൽ ഈ കുട്ടിയെ പരിഗണിച്ചു. സ്വാഭാവികമായിട്ട് 12 വയസ്സുള്ള കുട്ടിക്ക് നമ്മൾ 2 ടിക്കറ്റ് മൊത്തം ആ കുട്ടിയെ കൂട്ടി ടിക്കറ്റ് എടുക്കുമോ? അതല്ല, അവരെ ഒഴിവാക്കി 2 ടിക്കറ്റ് എടുക്കുമോ? ആ കുട്ടീനെയും കൂടി കൂട്ടിയെടുക്കണം. അല്ല, സ്വാഭാവികമായിട്ട് അങ്ങനെ ചെയ്യുമോ? സാധാരണഗതിയിൽ നമ്മുടെ കോൺഷ്യസ് മൈൻഡ് എന്താ പറയണേ? അത് കുട്ടിയല്ലേ, അത് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതിന്റെ മടിയിൽ എടുത്താ പറയും. നമ്മൾ പൊതുവെ വയസ്സ് കുറച്ചൊക്കെ വരാൻ സാധ്യത ഉണ്ട് അല്ലെ? എത്ര വയസ്സാ? 10 വയസ്സൊക്കെ ആയിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പാർക്കിക്ക് കയറുകയാണ്. ഒരു 200 രൂപ എൻട്രി ഫീ ഉണ്ട്. 10 വയസ്സ് താഴെ കുട്ടിക്ക് ഫ്രീ ആണ്. നമ്മുടെ കുട്ടിക്ക് 11 വയസ്സായി. നമ്മൾ എന്ത് ചെയ്യാം? അത്ര ആയില്ല പറയും. സ്വാഭാവികമായിട്ട് 10 വയസ്സാവുന്നുള്ളൂ എന്ന് പറയും അല്ലേ? അത് ആ കുട്ടി അതിനെന്താ ശരിക്കും ജഡ്ജ് ചെയ്യുന്നത്? കളവ് പറയാം. നമ്മള് നുണ പറയുന്നു. കളവ് പറഞ്ഞ് കഴിച്ചിലാവാം, അല്ലെങ്കിൽ ഇത്തരം സാഹചര്യത്തിൽ കളവാണ് പറയേണ്ടത് എന്ന് കുട്ടി റീഡ് ചെയ്യൂലേ? യെസ്. ഞാന് എന്റെ ഓന്റെ ബർത്ത്ഡേ അഥവാ 5 വയസ്സ് തികഞ്ഞ ആ ഒരു സമയത്താണ് എന്റെ ഒരു ഓർമ്മ കേട്ടോ. മലപ്പുറം കോട്ടക്കുന്ന് എന്ന സംഭവമുണ്ട്. വന്നിട്ടുണ്ടോ എനിക്കറിയില്ല. വന്നിട്ടുണ്ടോ? കുറെ വന്നിട്ടുണ്ടോ? അവിടെ പോവാണ്. അപ്പൊ 5 വയസ്സിന് മേലുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കണം, താഴെ കുട്ടിക്ക് ടിക്കറ്റ് എടുക്കണ്ട. അപ്പൊ ഇങ്ങനെ ടിക്കറ്റ് എടുക്കുന്ന ആദ്യത്തെ ഇങ്ങനെ വരികയാണ്. അപ്പൊ നമ്മളിങ്ങനെ കൺഫ്യൂഷനിലാണ് ആക്ച്വലി. ഇത് എടുക്കണം, കാരണം 5 ജസ്റ്റ് താഴെയാണ്. അപ്പം എടുക്കണോ വേണ്ടെന്നുള്ള കൺഫ്യൂഷനിലാണ്. അങ്ങനെ ടിക്കറ്റിന് ആളിങ്ങനെ അവിടെ എത്തി നോക്കുമ്പോ അവിടെ ടിക്കറ്റ് തരുന്ന ആള് ചോദിച്ചു, ഇവൻ എത്ര വയസ്സായി എന്ന് ചോദിച്ചു. ഓനെ ചൂണ്ടിട്ട് ഫസ്റ്റ് ടൈം തന്നെ 5 എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങളെ പ്ലാനിങ് എന്ന് വെച്ചാല് ഓന് വേണ്ടിയില്ല, കാരണം 5 ആയിട്ടുള്ളൂ, ജസ്റ്റ് 5 ആയിട്ടുള്ളൂ. അപ്പൊ അത് വേണ്ടല്ലോ എന്നുള്ളടത്തുണ്ടായത്. ഞാൻ അപ്പൊ വൈഫ് പറഞ്ഞേ, എന്താ ഇത് കാട്ടിയത്, എന്തിനു വയസ്സ് പറഞ്ഞ ചോദിച്ചു ചീത്ത തന്നെ. അപ്പൊ ഞാൻ പറഞ്ഞേ, ചീത്ത അറിയണ്ട, കാരണം നമ്മൾ ചീത്ത പറയുമ്പോ അതെന്തായി, നമ്മളൊരു കള്ളത്തരം കാണിക്കാൻ പോവാണെന്നുള്ളത് റോങ് മെസ്സേജ് ഓന് വരും. സോ ഓന്റെ വയസ്സ് പറഞ്ഞ് ഓനെ ടിക്കറ്റ് എടുത്തോട്ടെ. അപ്പൊ അത് 10 രൂപയുടെ കേസ് ചെയ്യുന്നു. പക്ഷെ നമ്മളൊരു 100ഓ ചിലപ്പോൾ 500ഓ ഒക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് നുണ പറയാനുള്ള സാധ്യത ഉണ്ട്. സോ പറയാനുള്ള എന്താ വെച്ചാല്, ശരിക്കും കുട്ടിയുടെ മുന്നിൽ നുണ പറയാൻ പാടില്ല എന്നുള്ളതാണ്. അവരെന്ത് ചെയ്യും? കളവ് പറഞ്ഞ് രക്ഷപ്പെടാം എന്നുള്ള ആ ഒരു സ്ട്രാറ്റജി ഒരു പാരന്റ്സിന്റെയൊക്കെ അങ്ങനെ അവരെന്ത് ചെയ്യും? അഡോപ്റ്റ് ചെയ്യും. മനസ്സിലാകുന്നുണ്ടോ? ഇതുപോലെ ഒരു ഇതുണ്ടായി. എക്സ്പോക്ക് പോയപ്പോല്ലേ, അവിടെ എന്തോ 200ഓ എന്തോ ആയിരുന്നു എൻട്രി ഫീ. അപ്പൊ ചെറിയ കുട്ടി ഉണ്ടായിരുന്നു, 5.5 വയസ്സായിട്ടുള്ളൂ. അപ്പൊ ആളെ കണ്ടാ തോന്നൂല്ല, ഭയങ്കര ചെറിയ കുട്ടിയാ. അപ്പൊ ഞാൻ പോയിട്ട് ടിക്കറ്റ് എടുത്തിട്ട് അവന് ഞാൻ ടിക്കറ്റ് എടുത്തില്ല, ബാക്കി എല്ലാവർക്കും എടുത്തു പോന്നു. അപ്പൊ അവിടെ എക്സ്പോന്റെ എൻട്രീന്റെ അവിടെ നിൽക്കായിരുന്നു. അപ്പൊ സെക്യൂരിറ്റി ചോദിക്കണ്ടേ എത്ര വയസ്സാ? അപ്പൊ 5.5 വയസ്സ് 6 വയസ്സാ. ഞാനാണെങ്കിൽ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ സെക്യൂരിറ്റി ഒന്നും പറഞ്ഞൊന്നുമില്ല. പക്ഷെ അവൻ ഭയങ്കര സത്യസന്ധമായിട്ട് പറയുകയും ചെയ്തു. ഞാനാണെങ്കിൽ ടിക്കറ്റ് എടുത്തില്ല. ഭയങ്കര സന്തോഷത്തില് ഭയങ്കര സത്യസന്ധമായിട്ട് ഞങ്ങൾ പറഞ്ഞു. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക,
കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ അവരെന്ത് ചെയ്യും, സത്യം പറയാനുള്ള സാധ്യത കൂടുതലാണ്. ഓർക്ക് ഈ ടിക്കറ്റിന്റെ വില അല്ലെങ്കിൽ അതൊന്നും അറിയണ്ടാവില്ല, പക്ഷെ ഒരു സത്യം പറയും. ഓക്കെ, അപ്പം ഇനി പോസ്റ്റ് കൺവെൻഷൻ ലെവലാണ്. 13 വയസ്സിന് ശേഷമുള്ള ആളുകൾ എങ്ങനെയാണ് അവർ മോറൽ ഡെവലപ്മെന്റ്, ധാർമ്മികത കീപ്പ് ചെയ്യാം. ഇതിലൊന്ന് മോറൽ ജഡ്ജ്മെന്റ് ഈസ് റാഷണലാണ്. അവരെന്ത് ചെയ്യും, കാര്യമായി മോറൽ ജഡ്ജ്മെന്റ് നടത്തും. അതുപോലെ തന്നെ കണ്ടക്ട് ഈസ് കൺട്രോൾഡ് ബൈ ഇന്റേണലൈസ്ഡ് എത്തിക്സ്. ഒരാളുടെ കണ്ടക്ട്, ഒരാളുടെ ബിഹേവിയർ, സ്വഭാവം ഇന്റേണലൈസ്ഡ് എത്തിക്സ് വെച്ചിട്ടുണ്ടാവുക. അഥവാ ഞാൻ എന്റെ ഉള്ളിൽ മനസ്സിലാക്കിയ ശരി എന്താണോ അതായിരിക്കും എന്റെ ശരി, അല്ലെ? നമ്മൾ പാരന്റ്സിനൊക്കെ പറയുമ്പോൾ ശരിയല്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയും. കാരണം നമുക്കറിയാം അത് ശരിയല്ല എന്നുള്ളത്. അതുപോലെ മോറൽ കോൺഫ്ലിക്ട് ഈസ് റിസോൾവ്ഡ് ഇൻ ടേംസ് ഓഫ് എത്തിക്കൽ പ്രിൻസിപ്പിൾസ്. ആ കുട്ടിയുടെ മനസ്സിലുള്ള മോറൽ കോൺഫ്ലിക്റ്റ് എല്ലാം അതിന്റെ എത്തിക്സ് അഥവാ അതിനുള്ളിലുള്ള എത്തിക്സ് എന്താണ് അത് നോക്കിയ കുട്ടി സോൾവ് ചെയ്യുന്നുള്ളതാണ്. വയലേറ്റിംഗ് ദീസ് പ്രിൻസിപ്പിൾസ് റിസൾട്ട് ഇൻ ഗിൽറ്റ് ആൻഡ് സെൽഫ് കണ്ടംപ്റ്റ്. ഇനി നമുക്കറിയാം തെറ്റാണ് എന്ന ഒരു സാധനം നമ്മൾ ചെയ്തു കഴിഞ്ഞാല് എല്ലാവരുടെ മനസ്സിലും എന്തുണ്ടാവും, അല്ലെ? തെറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവുക, ഒരു ഗിൽറ്റ് ഉണ്ടാവില്ലേ? ഉണ്ടാവും. വേണ്ടായിരുന്നു, എന്നാലും വേണ്ടായിരുന്നു, അല്ലെ? ഒരു സെൽഫ് കണ്ടംനേഷൻ ഉണ്ടാവും. അഥവാ ഞാൻ ചെയ്ത് പോയി, വേണ്ടിയതില്ല, ശരിയല്ല. ഈ ഇത് പറയുമ്പോഴേ നമ്മൾ ഈ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആളുകളുണ്ടല്ലോ, ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആളുകൾക്കൊക്കെ ഏറ്റവും കൂടുതൽ ഉള്ള ഒരു തോട്ട് ഇതായിരുന്നു, ഒരു ഗിൽറ്റ് ആൻഡ് സെൽഫ് കണ്ടംനേഷൻ ഒക്കെ ഉണ്ടാവും. കാരണം തെറ്റ് ചെയ്യണല്ലോ എന്നൊരു ഫീലിങ്സ് ഉണ്ടാവുന്നൊക്കെയാണ് പറയുന്നത്. അവരെത്ര ആസ്വദിക്കുന്നുണ്ടെങ്കിലും അതിനപ്പുറത്ത് അവരുടെ മൈൻഡിൽ ഞാൻ തെറ്റ് ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ള സാധനം. ഓക്കെ, അപ്പൊ അതവിടെ കഴിഞ്ഞു കേട്ടോ. അഥവാ ഇന്ന് നമ്മള് പറഞ്ഞ സാധനങ്ങളിൽ ഇമോഷണൽ ഡെവലപ്മെന്റ്, അതേപോലെ തന്നെ മോറൽ ഡെവലപ്മെന്റ്. ഓക്കെ, ഇനി പീരീഡ് ഓഫ് അഡോളസെൻസ് ആണ്. അഥവാ അഡോളസെൻസിനെ കുറിച്ച് കുറച്ചധികം കാര്യങ്ങളുണ്ട്. കുറച്ചധികം മീൻസ് എന്താണ് അഡോളസെൻസ്, എന്താണ് ഓരോ പ്രശ്നങ്ങൾ, എന്താണ് അതിന്റെ പരിഹാരങ്ങൾ എന്നൊക്കെ ഉള്ളത് ഒരു കുറച്ച് ഏരിയാസ് ഉണ്ട്. ഇത് പറയട്ടെ, മുന്നോട്ട് പോട്ടെ, എന്താണ് നിങ്ങളൊരു കാഴ്ചപ്പാട്? സാറ് കൊറേ ഇല്ലേ? ഈ ഒരു സമയം കുറെ കട്ട് ചെയ്യണോ? 9 സ്ലൈഡ് ഇല്ലേ? ഞാൻ എത്ര ഉണ്ട് കാണിച്ചു തരാം, എന്നിട്ട് തീരുമാനിക്കാം. എന്താണ് പീരീഡ് ഓഫ് അഡോളസെൻസ് ഉള്ളതാണ്. പിന്നെ അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കാനുണ്ട്. അതേപോലെ തന്നെ അതൊരു 2-3 സ്ലൈഡുകളുണ്ട്. ദെൻ അവരുടെ പ്രോബ്ലംസ് ഉണ്ട്, അത് 2-3 സ്ലൈഡ് ഉണ്ട്. പിന്നെ ഹെൽപ്പിംഗ് അഡോളസെൻസ് അഥവാ എങ്ങനെ അവർ ഓവർകം ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളുണ്ട്. അവരുടെ പിന്നെ ഓരോ ഡെവലപ്മെന്റ് ടാസ്കുകൾ, ഇത് 2 ടേം ഉണ്ട്. അടുത്ത ക്ലാസ്സാക്കാം അല്ലെ? സാർ 12 സ്ലൈഡ് ഉണ്ട്. ഓക്കെ. ഓ, അപ്പൊ സ്ലൈഡൊക്കെ ഉണ്ടോ? പ്രിന്റ് ഔട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട്. പ്രിന്റ് ഔട്ട് ഉണ്ടല്ലോ അല്ലേ മുന്നില്? ഇന്ന് ജസ്റ്റ് എന്താ പഠിച്ചെന്നുള്ളത് ജസ്റ്റ് നോക്കാം, അതിനുശേഷം നമുക്ക് നിർത്താം കേട്ടോ. സോഷ്യൽ ഡെവലപ്മെന്റ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതായിരുന്നു. ഇന്ന് നമ്മൾ ഇമോഷണൽ ഡെവലപ്മെന്റ് ഫ്രം ഇൻഫാൻസി ടു അഡോളസൻസ്, ഇമോഷണൽ ഡെവലപ്മെന്റ് ആണ് കഴിഞ്ഞു പോയത്. ഞാൻ നേരത്തെ പറഞ്ഞു ഇമോഷണൽ ഇന്റലിജൻസ്, ഇമോഷണൽ കോഷ്യൻസ്, ഇതൊക്കെ ഇമോഷനുമായി ബന്ധപ്പെട്ട ടേംസ് ആണ്, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ടേംസ് ആണ്. ആൻഡ് പിന്നെ ഇഡിപ്പസ് കോംപ്ലക്സ് എന്താണ്, ഇലക്ട്ര കോംപ്ലക്സ് ഒക്കെ നമ്മൾ കണ്ടു. ദെൻ സ്റ്റേജസ് ഓഫ് മോറൽ ഡെവലപ്മെന്റ്, പിന്നെ മോറൽ ഡെവലപ്മെന്റിലേക്ക് പോയി. ജസ്റ്റ് പ്രുഡൻഷ്യൽ സ്റ്റേജ്, അതോറിറ്റേറിയൻ സ്റ്റേജ്, സോഷ്യൽ സ്റ്റേജ് ആൻഡ് പേഴ്സണൽ സ്റ്റേജ്. അതിനുശേഷം നമ്മൾ ജീൻ പിയാഷെന്റെ തിയറി ഓഫ് മൊറാലിറ്റി, അതിൽ മോറൽ റിയലിസം ആൻഡ് മോറൽ റിലേറ്റിവിസം. പിന്നെ കോൾബർഗിന്റെ സ്റ്റേജസിൽ 3 ലെവൽസ് ഓഫ് മോറൽ ഡെവലപ്മെന്റ്, പ്രീ കൺവെൻഷണൽ സ്റ്റേജ്, കൺവെൻഷണൽ ലെവൽ ആൻഡ് പോസ്റ്റ് കൺവെൻഷണൽ ലെവൽ. ഇത്രയാണ് പറഞ്ഞത്. ഇനി നമുക്ക് പീരീഡ് ഓഫ് അഡോളസെൻസ് ആണ് അടുത്ത ഒരു ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. സോ അന്ന് നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ അഡോളസെൻസിന്റെ കാര്യങ്ങൾ ആ സമയത്ത് പഠിക്കും. ഓക്കെ, അപ്പം പിന്നെ എന്താ പറയാനുള്ളത് വെച്ചാല്, ഇതിലിപ്പോ ഇന്ന് നമ്മൾ പറഞ്ഞല്ലോ നമ്മൾ ഇമോഷൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അല്ലെ, മൊറാലിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അത് നമ്മുടെ സ്റ്റുഡൻസിൽ, നമ്മുടെ കുട്ടികളിൽ അതെങ്ങനെയാണ് നമ്മളത് ബൂസ്റ്റ് ചെയ്യുന്നത്, അതിനെ കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ചകൾ വന്നു. സോ അതൊക്കെ നമ്മുടെ ലൈഫിലേക്കുള്ളതാണ്, ഒരിക്കലും എക്സാമിലേക്ക് മാത്രമുള്ളതല്ല. ഓക്കെ, സോ ആ ഒരു തിരിച്ചറിവ്, ആ ഒരു വിസ്ഡം എല്ലാവർക്കും ഉണ്ടാവണം. ഓക്കെ, അപ്പൊ കൃത്യമായിട്ട് ക്ലാസ്സിൽ വരാൻ ശ്രമിക്കുക. ഓരോരോ ടോപ്പിക് കഴിയുന്നിടത്തോളം അത് പഠിച്ച് പോവാം. വലിയ ഡ്രീം നമുക്ക് അച്ചീവ് ചെയ്യാൻ നമുക്ക് ചെറിയ ഡ്രീംസ് ആക്കിയാൽ മതി എന്നാണ്, അല്ലെ? ലോങ് ടേം ഗോള് ആൻഡ് ഷോർട്ട് ടേം ഗോൾ ഉണ്ട്.
സോ ലോങ് ടേം ഗോൾ എന്നുള്ളത് നമുക്ക് പരീക്ഷയ്ക്ക് പാസ്സാവണം, വലിയ മാർക്ക് വാങ്ങണം. ഷോർട്ട് ടേം ഗോൾ ആയിട്ട് ഓരോ ദിവസവും എടുക്കുന്നത് നമ്മൾ അത് അപ്പം തന്നെ മനസ്സിലാക്കി പഠിച്ചതിന്റെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. സോ എനിവേ എല്ലാവരും പഠിക്കുക. താങ്ക് യു ഫോർ ലിസണിങ് മീ. ക്ലാസ്സിൽ ലൈവായി വളരെ ആക്റ്റീവായ 2-3 പേരുണ്ട്. അവർക്കൊരു സ്പെഷ്യൽ താങ്ക്സ്. പിന്നെ ക്ലാസ്സിൽ വന്ന എല്ലാവർക്കും താങ്ക്സ്. ഓക്കെ, ഗുഡ് നൈറ്റ്.